നമ്മൾ നമ്മുടെ വത്തിക്കാൻ പ്രബോധന കൗൺസിൽ പ്രബോധനങ്ങളുടെ പഠന പരമ്പരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ദൈവവർബമാണ്. ദൈവവർബം എന്നാൽ ദൈവ വചനം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ദൈവാവിഷ്കാരം എന്നാണ് അതിനെ പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മിറക്കിൾസിനെ കുറിച്ചാണ്. അതായത് മിറക്കിൾസ് എന്ന് പറയുമ്പം എല്ലാ തരത്തിലുള്ള അഭൗമികമായ ദൈവിക ഇടപെടലുകൾ, സ്വർഗത്തിൽ നിന്ന് സംഭവിക്കുന്ന ദൈവിക ഇടപെടലുകൾ, അത് ചിലപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളാകാം, മറ്റ് അത്ഭുതങ്ങളാകാം, ചില വളരെ ശക്തമായ ചില അടയാളങ്ങളാവാം. അങ്ങനെ ഏതു തന്നെയായിരുന്നാലും അത്തരം അടയാളങ്ങളെ പൊതുവിൽ അത്ഭുതങ്ങളെന്ന് വേണമെങ്കിൽ വിളിക്കാലോ. ആ അത്ഭുതങ്ങൾ, അവയുടെ സാങ്കത്യം എന്താണ്, ഏത് വിധത്തിലാണ് സഭ അതിനെ നോക്കിക്കാണുന്നത്, തിരുസഭ അതിനെ പരിശോധിക്കുന്ന വിധം എന്താണ്, അത് പരിശോധിക്കാൻ വേണ്ടി സഭാധികാരികൾ, പ്രത്യേകിച്ച് രൂപതാധ്യക്ഷന്മാർക്ക് തിരുസഭ കൊടുക്കുന്ന മാർഗനിർദ്ദേശം എന്താണ് എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠന വിധേയമാക്കിയത്. അതിനെ എങ്ങനെ പതുക്കെ തീർത്ത് ഇതുപോലെ നമ്മൾ അവസാനിപ്പിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വളരെ ശക്തമായ ഒരു 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 പ്രചരണം അല്ലെങ്കിൽ ഒരു 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 മിറക്കിളിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശക്തമായി നിറഞ്ഞു വന്നു. നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്, നിലപാട്, അതിനെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം എന്താണ് എന്നതിനെക്കുറിച്ചുകൂടെ നമ്മൾ പറയണം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ അതങ്ങ് തീരാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു വിഷയം കൂടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു വിഷയമല്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന പ്രത്യക്ഷീകരണങ്ങൾ, അത്ഭുതങ്ങൾ, അവയുടെ തുടർച്ചയായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ തുടർഭാഗങ്ങളിലേക്ക് പോകും. എന്താണ് യഥാർത്ഥത്തിൽ ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ്? അവയെ സഭ എങ്ങനെയാണ് കാണുന്നത്? വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ? ഇനി അങ്ങനെയുള്ളതാണെങ്കിൽ അത് സത്യവിശ്വാസത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? അത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമോ? അതോ വിശ്വാസത്തെ അത് കുറയ്ക്കുമോ? അതോ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ നമുക്കത് വിശ്വസിക്കാൻ ബാധ്യതയുണ്ടോ? സഭ അത് ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് കരുതുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് വിശ്വസിക്കാനായിട്ട് ബാധ്യതയുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊക്കെ എവിടെ പോയി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാകും. ഒന്നാമത്തെ ഒരു കാര്യം, ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ദ യൂക്കറിസ്റ്റിക് മിറക്കിളിനെ അല്ല, യൂക്കറിസ്റ്റിക് മിറക്കിൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വിശുദ്ധ കുർബാന അത്ഭുതം എന്ന് പറയുന്ന കാര്യവും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് രണ്ടാണ്. യൂക്കറിസ്റ്റിക് മിറക്കിൾസ് അതായത് വിശുദ്ധ കുർബാനയിൽ എന്തെങ്കിലും അസ്വാഭാവികമായ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിനെയാണ് ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്നതുകൊണ്ട് തെറ്റായി നമ്മൾ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റായി വിചാരിക്കുന്നു പറയാൻ കാരണം, യൂക്കറിസ്റ്റിക് മിറക്കിൾ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, വിശുദ്ധ കുർബാന ഈശോയെ മാറുന്നതാണല്ലോ. ഇവിടെ നടക്കുന്ന സ്വാഭാവികമായി സാധാരണഗതിയിൽ ആളുകൾ നമ്മളൊക്കെ പറയാറുള്ള യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന പദം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സംഭവങ്ങൾ ധാരാളമുണ്ട്. വളരെ പ്രസിദ്ധമായ ധാരാളം സംഭവങ്ങളുണ്ട്. അതിൽ പലതും സഭയുടെ വലിയ അത്ഭുതങ്ങളിൽ പെടുന്നതുമാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇറ്റലിയിൽ പഠിക്കുന്ന കാലത്ത് ലാഞ്ചിയാനോയിൽ പോയ കാര്യം ഓർക്കുന്നുണ്ട്. ലാഞ്ചിയാനോ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ആദിമ നൂറ്റാണ്ടുകളിൽ ഒരു വലിയ വിശുദ്ധ കുർബാന അത്ഭുതത്തിന്റെ സ്ഥലമാണ്. അവിടെ വിശുദ്ധ കുർബാന ഈശോയുടെ മാംസവും രക്തവുമായി മാറിയത് അത് അതേപടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ ഓർവിയത്തോ കത്തീഡ്രൽ അത് പോളണ്ടിലാണ്. അതും ഒരു സുവാക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഈ രണ്ട് സ്ഥലത്തെയും വളരെ പ്രസിദ്ധമായ മിറക്കിൾസ് ഉണ്ട്. ഇത് രണ്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ രണ്ട് യൂക്കറിസ്റ്റിക് മിറക്കിൾസും ഇത് രണ്ട് സ്ഥലത്തും ഈശോയുടെ ശരീരവും രക്തത്തിന്റെയും രൂപഭാവങ്ങൾ, അതായത് മാംസത്തിന്റെയും രക്തത്തിന്റെയും രൂപങ്ങൾ അവയ്ക്ക് സംഭവിച്ചു. ഈ പല മിറക്കിളുകളുടെയും പുറകിൽ ആരുടെയെങ്കിലുമൊക്കെ അവിശ്വാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നും സാക്ഷ്യപ്പെടുന്നുണ്ട് പലരും. ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് ഈ രണ്ട് മിറക്കിളിനെ കുറിച്ച് എടുത്തു പറയാൻ കാരണം, ഇതിന് മേൽ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഒരു സുഗീബെ അനാലിസിസ് എന്ന് പറയുന്ന പഠനം
അത് ന്യൂയോർക്കിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലെയും നടന്നിട്ടുള്ള ഇത്തരം യൂക്കറിസ്റ്റിക് മിറക്കിളിലെ ഈശോയുടെ ശരീരത്തിന്റെ രക്തത്തിന്റെ പരിശോധന നടത്തിയപ്പോൾ അത് കാർഡിയാക് ടിഷ്യൂസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രത്യേകം. ഇനി ഈ പറഞ്ഞ സുവാക്കിയിലെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ ഒരു 8-9 വർഷമായി ഇപ്പൊ ആ സംഭവം നടന്നിട്ട്. അവിടുത്തെ ആ അത്ഭുതം സംഭവിച്ച ഈശോയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അവ ഇപ്പോഴും ലൈവ് ടിഷ്യൂസ് ആണ്, ഇപ്പോഴും ജീവനുള്ള ടിഷ്യൂസ് ആണ് 8-9 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ ഒർവിയത്തെ കത്തീഡ്രലിലെ കാര്യം, അത് അവിടുത്തെ ഈശോയുടെ സ്പർശിച്ച ക്ലോത്ത് അത് ബ്ലഡ് സ്റ്റെയിൻഡ് ആയി. ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ഈ തോംസൺ കത്തീഡ്രൽ ചർച്ചില് അത് കണക്റ്റിക്കട്ടിലാണ്. അത് അവിടെ നടന്ന അത്ഭുതം കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ്, കുറച്ച് രസമുള്ള അത്ഭുതമാണ്. അതിങ്ങനെയാണ്, അവിടുത്തെ ഒരു കമ്മ്യൂണിയൻ മിനിസ്റ്റർ, ഒരു സ്ത്രീയാണ് കമ്മ്യൂണിയൻ മിനിസ്റ്റർ, അവര് വിശുദ്ധ കുർബാന നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുർബാനയുടെ പാത്രത്തിൽ നിന്ന് തിരുവോസ്തികൾ തീർന്ന് അങ്ങ് അടിയിലെത്തി. അപ്പോ ആ സമയത്ത് പിന്നെ നോക്കുമ്പോൾ അത് വീണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇത് അവിടുത്തെ ഒരു വളരെ വ്യത്യസ്തമായ മറ്റത്ഭുതങ്ങളൊക്കെ ഇതുപോലെ മാംസത്തിന്റെ രക്തത്തിന്റെയും രൂപത്തിലേക്ക് മാറുന്നതാണെങ്കിൽ, ഇത് ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി അത്ഭുതങ്ങൾ സഭയിൽ സംഭവിച്ചിട്ടുണ്ട്. തിരുസഭ അതിനെ ആദരവോടെ കാണുന്നുണ്ട്. മാർപ്പാപ്പന്മാരൊക്കെ ചിലപ്പോഴൊക്കെ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ വൈദികർ സന്ദർശിക്കാറുണ്ട്, അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ആളുകൾക്ക് വലിയൊരു അത്ഭുത സംഭവം ആണ് താനും, അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. തിരുസഭ അവയെ അതിൽ പലതും ഇതൊരു മിറക്കിളാണ് എന്ന് അംഗീകരിച്ചിട്ടുമുണ്ട്. എന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള മിറക്കിൾസ് നടന്നാലും നമ്മൾ ചാടിക്കയറി സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അത് സ്വാഭാവികമായി പലയിടങ്ങളിൽ നടന്നിട്ടുള്ളതാണ്, നടക്കാൻ ഇടയുള്ളതുമാണ്, നടക്കുന്നതിൽ തെറ്റില്ലാത്തതുമാണ്. വിശുദ്ധ കുർബാനയുടെ ഇത്തരം അത്ഭുതങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ലാത്തതുമാണ് എന്ന് തന്നെ കൃത്യമായി ആദ്യം ഓർക്കണം. അതുകൊണ്ട് അത് നടക്കാൻ ഇടയുണ്ട്. പിന്നെ എന്താണ് ചെയ്യുക? ഇത് ശരിക്കും ഒരു മിറക്കിളാണോ അതോ ആരെങ്കിലും പറ്റിക്കുന്നതാണോ എന്നുള്ള പരിശോധന നടത്താൻ തിരുസഭ ബാധ്യസ്ഥയാണ്. അപ്പൊ അതെങ്ങനെയാണ് നടത്തുക? അത് പലപ്പോഴും പലതരത്തിലുള്ള പരിശോധനകൾ നടത്തും. ഇപ്പം കുർബാന സ്വീകരിച്ച ആളുടെ ബ്ലഡ് സാമ്പിൾസ് തന്നെയാണോ അത്, ഇനി എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു മാംസത്തിന്റെ ഒരു കഷ്ണം വായിൽ മറച്ചു വെച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങുന്ന വിധത്തിലൊക്കെയുള്ള പരിശോധനകൾ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാറുണ്ട്. എന്നിട്ട് കാലക്രമത്തിൽ ആവശ്യമെങ്കിൽ ഇത് ഒരു മിറക്കിൾ തന്നെയാണ് എന്ന്, ഇറ്റ്സ് എ മെഡിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി ഒരു മിറക്കിൾ ആണ് എന്ന് പ്രഖ്യാപിക്കാറുണ്ട് എന്നാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം. ഇനി ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു മിറക്കിൾ ഒരാൾക്ക് എന്തുമാത്രം അംഗീകരിക്കാൻ അഥവാ വിശ്വസിക്കാൻ കടമയുണ്ട് എന്ന ചോദ്യമാണ് രണ്ടാമത് വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് എന്ന് പറയണം, അല്ലെ? ഈ ഒരു മിറക്കിളിൽ എന്ത് നടക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് അവിടെ സത്താഭേദം സംഭവിക്കുന്നു എന്നാണ്. സത്താഭേദം സംഭവിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് സത്താഭേദമാണ്, അഥവാ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ആണ്. സബ്സ്റ്റൻസ് മാറുന്നു, അത് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നാണ് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം. മലയാളത്തിൽ അതിനെ സത്താഭേദം എന്ന് പഠിപ്പിക്കും. CCCയില് 1376 ഈ വാക്ക് നിങ്ങൾ കാണും. 1376 നമ്മൾ ഈ ഭാഗം കാണും. അത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സത്തയാവുകയും, അതായത് അപ്പവും വീഞ്ഞും കുദാശ ചെയ്യപ്പെടുമ്പോൾ അപ്പത്തിന്റെ മുഴുവൻ സത്തയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സത്തയാവുകയും വീഞ്ഞിന്റെ മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിന്റെ സത്തയാവുകയും ചെയ്യുന്ന ഒരു മാറ്റം സംഭവിക്കുന്നു. ഈ മാറ്റത്തെ സത്താഭേദമെന്ന് കത്തോലിക്ക സഭ ഉചിതവും യുക്തവുമായി വിളിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് അടുത്ത വിശദീകരണം ഇതാണ്: ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യം കൂദാശകർമ്മത്തിന് നിമിഷം മുതൽ തുടങ്ങുകയും ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടരുകയും ചെയ്യുന്നു. ഇതിന് പൗരസ്ത്യ സഭകളുടെ കാഴ്ചപ്പാടിൽ അല്പം വ്യത്യാസമുണ്ട്. അത് വിശുദ്ധ കുർബാനയിൽ ഉടനീളം സംഭവിക്കുന്ന ഒരു മാറ്റമാണ് എന്ന് പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കും. ഈ സാദൃശ്യങ്ങളിൽ ഓരോന്നിലും ക്രിസ്തു പൂർണ്ണമായും സമഗ്രമായും സന്നിഹിതനായിരിക്കുന്നു എന്ന് തുറന്നു പഠിപ്പിക്കും. അവയുടെ ഓരോ ഭാഗത്തിലും പൂർണ്ണമായും സമഗ്രമായും ഈശോ സന്നിഹിതനാണ്. അതുകൊണ്ട് അപ്പത്തിനെ വിഭജിക്കൽ ക്രിസ്തുവിനെ വിഭജിക്കുന്നില്ല.
അത് അപ്പം വിഭജിച്ചു അതുകൊണ്ട് ഈശോ പകുതിയായി പോയെന്നോ, അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയുടെ ഒരു ഭാഗം മാത്രം മുറിച്ചു തന്നപ്പോൾ എനിക്ക് ഈശോയെ കുറച്ചേ കിട്ടിയുള്ളൂ എന്നോ അതിനർത്ഥമില്ല. കാരണം അപ്പം അതിൽ തന്നെ ഈ അപ്പത്തിന്റെ ഓരോ കുഞ്ഞു പാർട്ടികളിലും ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തി പൂർണ്ണമാണ് എന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പൂർണ്ണമായ ഈശോയുടെ സാന്നിധ്യം ഈ അപ്പത്തിലും പിന്നീട് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് തിരുസഭ നൽകുന്ന ഏറ്റവും നല്ല വിശദീകരണം അത് കുറച്ച് അരിസ്റ്റോട്ടേലിയൻ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള തോമിസ്റ്റിക് എക്സ്പ്ലനേഷൻ ആണ്. അതായത് സെന്റ് തോമസ് അക്വിനാസിന്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ എന്ന് വേണേൽ പറയാം നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണമാണ്. അതാണ് ഈ സത്താഭേദം അഥവാ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മീൻ ബൈ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ? അതായത് ഒരു വിശുദ്ധ കുർബാന കുറിച്ച് ഓർക്കുക, ഒരു വിശുദ്ധ കുർബാനയെ കുറിച്ച് ഓർക്കുക. ഒരു അപ്പം, വിശുദ്ധ കുർബാനയായി മാറുന്ന ഒരപ്പം, ആ അപ്പം എടുത്ത് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ച് അവയെ വാഴ്ത്തി വിഭജിച്ച് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ എന്ത് സംഭവിക്കുന്നു? ഈ അപ്പം ഈശോയായി മാറുന്നു. എങ്ങനെയാണിത് മാറുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ വ്യൂ ഇങ്ങനെയാണ്. ഏതൊരു വസ്തുവും, അതിപ്പോ ബ്രെഡ് ആവട്ടെ മറ്റു വസ്തുക്കളാവട്ടെ എന്തുമാകട്ടെ, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അഥവാ അത് ഉണ്ടാകിയിരിക്കുന്നത്, അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കുന്നത് രണ്ട് ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്നാണ് അതിന്റെ ബേസിസ്. രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഏതൊരു വസ്തുവും ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് ഘടകങ്ങളെ വിളിക്കുന്നത് സത്ത എന്നും രണ്ടാമത്തെ മലയാളം എനിക്കറിയാം ആക്സിഡൻസ് എന്നുമാണ്, അഥവാ സബ്സ്റ്റൻസ് എന്നും ആക്സിഡൻസ് എന്നുമാണ്. ഇതെന്താണ് ഞാൻ വിശദീകരിച്ചത്? സബ്സ്റ്റൻസും ആക്സിഡൻസും കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരു വസ്തു ഉണ്ടാകുന്നത് എന്നതാണ് ഒരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാട്. എന്ന് പറയുന്നത് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, പല ഉദാഹരണങ്ങൾ പറയാം, നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഈ കയ്യിലൊരു മാങ്ങാപ്പഴം ഇരിക്കുന്നു എന്ന് കരുത്, ഒരു മാങ്ങാപ്പഴം ഇരിക്കുന്നു. ഈ കയ്യിലൊരു കണ്ണിമാങ്ങയും ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഈ കയ്യിലിരിക്കുന്ന മാങ്ങാപ്പഴം, ആ മാങ്ങാപ്പഴത്തിന്റെ നിറം എന്താണ്? നിങ്ങൾക്കറിയാം, മഞ്ഞ നിറമാണ് അല്ലെ? നോക്കിക്കേ, മഞ്ഞ നിറമാണ്. അതിനെന്തായാലും ഭാരമുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന് ഒരു 3/4 കിലോകളൊക്കെ വരുന്ന വലിയ മാങ്ങാപ്പഴമാണ്. ഇതിന്റെ രുചി എന്താണ്? നല്ല മധുരമൊക്കെയാണ് ഇതിന്. അങ്ങനെ ഇതിന്റെ പ്രത്യേകത ഇരിക്കും. ഈ കണ്ണിമാങ്ങ ഇതിന്റെ നിറം എന്താണ്? ഇത് പച്ച നിറമാണ്. വെയിറ്റോ വളരെ കുറവാണ്. ഇനി രുചിയാണെങ്കിലോ മധുരമൊന്നുമില്ല, എന്നെ ഭയങ്കര പുളിയൊക്കെയാണ്. ഇങ്ങനെ ഇതിന്റെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇത് വ്യത്യസ്തമാണ്. അങ്ങനെ ഇരിക്കെ ഞാനൊരു പ്രസ്താവന നടത്തുകയാണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് മാങ്ങയാണ്. ഇതിന് മഞ്ഞ നിറമുണ്ട്, ഇതിന് ഈ ഭാരമുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതൊരു മാങ്ങയാണ്. പക്ഷേ ഈ ഇരിക്കുന്നത് കണ്ടല്ലോ ചെറുത്, അത് മാങ്ങയല്ല എന്ന് ഞാൻ പറയാൻ വിചാരിച്ചു. കേൾക്കുന്നവരെന്ത് പറയും? എന്റെ പൊന്നച്ച മണ്ടത്തരം പറയല്ലേ, ഇത് മാങ്ങയാണ്, ഇതൊരു കണ്ണിമാങ്ങയാന്നേ ഉള്ളൂ, ചെറുപ്പത്തിലെ മാങ്ങയാന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ ആർക്കാണ് പാട് എന്ന് ചോദിക്കാം, ആർക്ക് വേണമെങ്കിൽ. എന്നാൽ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ, ചിലപ്പോൾ ഈ മാങ്ങയുടെ രൂപം ഉണ്ടാവില്ല, അതിന്റെ ഭാരം ഉണ്ടാവില്ല, അതിന്റെ രുചി ഉണ്ടാവില്ല. അഥവാ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ സെൻസ് ചെയ്യുന്നവയൊക്കെ മാറിയിട്ടുണ്ട് ഇത് രണ്ടും തമ്മിൽ. പക്ഷെ ഇതൊക്കെ മാറിയാലും നമുക്കിതിനെ മാങ്ങയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാറിയാലും വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സെൻസ് ചെയ്യുന്ന, പെർസീവ് ചെയ്യുന്ന ഘടകങ്ങൾ, ഇതിന്റെ നിറം, രുചി, ഗുണം തുടങ്ങിയ സാധനങ്ങളൊക്കെ, അവയൊക്കെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ആക്സിഡൻസ്. ഈ വണ്ടി ഇടിക്കുന്ന ആക്സിഡന്റിനെ കുറിച്ചല്ല, ആക്സിഡൻസ് എന്നാണ് അതിനെ പറയുന്നത്. ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നിസ്സാരമായ, മാറിപ്പോയ, വലിയ കുഴപ്പമില്ലാത്ത ബാഹ്യ ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ മൊത്തത്തിൽ വളച്ച് തിരിച്ചൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബാഹ്യരൂപങ്ങളുടെ ഭാവങ്ങളെയാണ് ഈ ആക്സിഡൻസ് എന്ന് വിളിക്കുന്നത്. ഈ ആക്സിഡൻസ് ഒക്കെ മാറിയിട്ടും, അതായത് ഈ കണ്ണിമാങ്ങ അല്ലെങ്കിൽ വലുതായി മാങ്ങാപ്പഴമായി മാറുമ്പോൾ ആക്സിഡൻസ് ഒക്കെ മാറി, അതൊക്കെ മാറിയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ മാങ്ങയായിട്ട് തന്നെ പെർസീവ് ചെയ്യുന്നത്? അഥവാ മാങ്ങ തന്നെയാണ്, അത് മാങ്ങയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം എന്താണ്? കാരണം നമ്മൾ അതിനകത്തെ മറ്റൊരു കാര്യത്തെ സെൻസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ആ സെൻസ് ചെയ്യുന്ന റിയാലിറ്റിയുടെ പേരാണ് സത്ത. ഈ ആക്സിഡൻസുകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർസീവ് ചെയ്യുന്നതെങ്കിൽ, ആ ഇന്ദ്രിയങ്ങളുടെ അതീതമായിട്ടോ അതിനുള്ളിലൂടെയോ നമുക്ക് ആ മാങ്ങയായി നിലനിർത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യത്തെ, സത്തയെ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഏത് തരത്തിലൊക്കെ മാങ്ങയിരുന്നത് നമ്മൾ അതിനെ മാങ്ങയെന്ന് വിളിക്കും. ഇനി ഒരു ബ്രെഡിന്റെ കാര്യം നോക്കാം. പലതരം അപ്പങ്ങൾ, പലരും അപ്പം ചുടുമ്പോൾ ഓരോന്ന് പോലെ ഇരിക്കാൻ നിങ്ങൾ കണ്ടത്. ചില അപ്പം ചുടുമ്പോൾ ആഫ്രിക്ക പോലെ ഇരിക്കും, ചിലത് നല്ല വട്ടത്തിലിരിക്കും, ചിലത് മഞ്ഞ നിറത്തിരിക്കും, ചിലത് വെളുത്തിരിക്കും, പലതിരിക്കും. പക്ഷെ ഇതൊക്കെ കണ്ടാലും ആളുകൾ പെട്ടെന്ന് പറയും ഇതൊക്കെ അപ്പമാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ കാണുന്ന ചിലത് ഗോതമ്പുണ്ടായിരിക്കും, ചിലത് അരി കൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇതിനെയൊക്കെ അപ്പം എന്ന് വിളിക്കും. കാരണം എന്താണ്? വെറും ഒരു സമാനതയുടെ പേരിലല്ല,
ഇതൊരു ഫിലോസഫിക്കൽ വളരെ പ്രസിദ്ധമായ ഒരു അരിസ്റ്റോട്ടേലിയൻ ഫിലോസഫിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ഒബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബേസിക്കലി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അതിന്റെ സത്തയാണ്. ആ സത്തയെ നമുക്ക് സംലഭ്യമാകുന്ന വിധത്തിൽ, നമുക്ക് അനുഭവിക്കാവുന്ന വിധത്തിൽ ആക്സിഡൻസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവയോട് കലർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം ആക്സിഡൻസ്, ഇപ്പം മാങ്ങയുടെ കാര്യം നോക്കിക്കേ, ഈ മാങ്ങയുടെ മഞ്ഞനിറം മാറി പച്ചനിറം വന്നാലും പച്ചനിറം മാറി മഞ്ഞനിറം വന്നാലും നമുക്കത് മാങ്ങയായിട്ട് അനുഭവിക്കാൻ ഒരു പാടുമില്ല. അപ്പൊ മഞ്ഞനിറമോ പച്ചനിറമോ അല്ല മാങ്ങയെ മാങ്ങയാക്കുന്നത്, പകരം അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് മാറുന്നു, ഇതൊന്നും അല്ല അതിനെ മാങ്ങയാക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സത്ത, എസെൻസ് എന്നാണ് അതിന്, സബ്സ്റ്റൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസ് ആണ് യഥാർത്ഥത്തിൽ, അതിന് മലയാളത്തിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കൊക്കെ ഉണ്ടാക്കി പറഞ്ഞാൽ, ഈ മാങ്ങയ്ക്ക് നിറവും ഗുണവും രുചിയും ഒക്കെ പോലത്തെ കുറെ ആക്സിഡൻസും ഉണ്ട്, എന്നാൽ മാങ്ങയെ മാങ്ങയാക്കി നിലനിർത്തുന്ന ഒരു മാങ്ങാത്വവും ഉണ്ട്, ഒരു മാംഗോനസ് കൂടി ഉണ്ട് എന്ന് പറയാം, എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ബ്രെഡിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രെഡ്നെസ് എല്ലാ ബ്രെഡിനകത്തും ഉണ്ട്. അതുകൊണ്ട് ആ ബ്രെഡ്നെസ്സിനെ നമ്മൾ അറിയാതെ നമ്മളത് പെർസീവ് ചെയ്യുന്നു. ഒരു ആന്തരിക ഇന്ദ്രിയം കൊണ്ടെന്നോ ഒക്കെ വേണം വിചാരിക്കാം. അങ്ങനെ നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നു. അതുകൊണ്ട് അതിന്റെ ബാഹ്യ ഘടകങ്ങൾ നമ്മൾ അത്ര കൺസേൺഡ് അല്ല. ഇനി പറഞ്ഞ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ മാങ്ങയുടെ ആക്സിഡൻസ് ആകുന്ന നിറമോ ഭാരമോ ഒക്കെ മാറിപ്പോയാലും ആ മാങ്ങാത്വത്തിനൊന്നും സംഭവിക്കില്ല, അത് മാങ്ങയായിട്ട് തന്നെ നിലനിൽക്കും. അതേസമയം മാങ്ങയുടെ നിറവും രുചിയും ഒക്കെ ഉണ്ടായിരിക്കുകയും അതിൽ മാംഗോനസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക, സങ്കല്പിക്കുക. പിന്നെ അത് മാങ്ങയല്ല, അത് ഒരു നോമോർ, അത് മാങ്ങയല്ല പിന്നീട്. കാരണം മാങ്ങയെ മാങ്ങയാക്കുന്നതിന്റെ സബ്സ്റ്റൻസ് ആണ്. നോക്കുക, എല്ലാ വസ്തുക്കളും ഇതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ പ്രമിസ്. ഇനി വിശുദ്ധ കുർബാനിൽ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പവും ഈ ആക്സിഡൻസും സബ്സ്റ്റൻസും കൂടെ കൂടിക്കലർന്നതാണ്, എല്ലാ വസ്തുക്കളെയും പോലെ. ഇതിന്റെ ആക്സിഡൻസ് എന്താണ്? അതിന്റെ ബ്ലഡ് പാർട്ടിക്കിൾസ് ആണ് അതിന്റെ ആക്സിഡൻസ്. അതിന്റെ വെള്ള നിറമുള്ള ഗോതമ്പ് കണികകൾ, അതിന്റെ രൂപം, അതിന്റെ ഭാരം, ഇങ്ങനെ തുടങ്ങുന്ന അതിന്റെ ഭൗതിക ലോകമാണ്. ഭൗതിക രൂപവും ഒക്കെ കൂടി ചേരുന്നതാണ് അതിന്റെ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരപ്പം ഏത് ഷേപ്പിലിരുന്നാലും അത് അപ്പം തന്നെ ആയിരിക്കും നമുക്ക്. അതിന്റെ പാർട്ടിക്കിൾസ് എന്തുകൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, അതിപ്പോ ബ്രെഡ് അരി കൊണ്ടുണ്ടാക്കിയാലും ഗോതമ്പ് ഉണ്ടാക്കിയാലും ഒക്കെ അത് ബ്രെഡ് ആയിരിക്കും. കാരണം എന്താണ്? അതിനകത്തൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇനി വിശുദ്ധ കുർബാനിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ഈ ബ്രെഡിന്റെ ആക്സിഡൻസും ബ്രെഡിന്റെ സബ്സ്റ്റൻസുമുള്ള ഈ ഓസ്തി വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ വീഞ്ഞിന്റെ കാര്യമാണെങ്കിൽ ഓർക്കാം, വീഞ്ഞിന്റെ പാർട്ടിക്കിൾസ് ആയിരിക്കുന്ന കണികൾ ചേർന്നുണ്ടായിരിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്ന ആ വസ്തു വിശുദ്ധ കുർബാനയിൽ, ഇപ്പൊ അപ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അപ്പത്തിന്റെ ആക്സിഡൻസ് ആകുന്ന നിറവും ഭാരവും രൂപവും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുകയും, കാരണം അത് മാറിയാലും മാറിയില്ലേലും അതിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, അതൊരു നിസ്സാരമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുകയും, എന്നാൽ ബ്രെഡിനെ ബ്രെഡാക്കി നിലനിർത്തുന്ന ബ്രെഡ്നെസ് അതിൽ നിന്ന് ഇല്ലാതാവുകയും, ആ ബ്രെഡ്നെസിന്റെ സ്ഥാനത്ത് ആ സത്ത, ബ്രെഡ്നെസ് എന്ന് പറയുന്ന സത്ത, ബ്രെഡിന്റെ സത്ത അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ക്രിസ്തുഗാത്രത്തിന്റെ സത്ത അതിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ മുതൽ ഈ ബ്രെഡിന്റെ ആക്സിഡൻസ് ഉള്ള മിശിഹായാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ബ്രെഡിന്റെ ആക്സിഡൻസ് ഉള്ള, അതായത് ബ്രെഡിന്റെ രൂപവും ബ്രെഡിന്റെ മണവും ബ്രെഡിന്റെ രുചിയും അപ്പോഴും നിലനിൽക്കുന്ന, എന്നാൽ സത്തയിൽ ബ്രെഡ് അല്ലാത്ത, പകരം സത്തയിൽ ക്രിസ്തുവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രെഡ് മാറും. ഈ മാറ്റത്തിനെയാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് അപ്പത്തിന്റെ ബാഹ്യരൂപങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയും, കാരണം ഒന്നും മാറി എന്ന് ഓർത്ത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്താണ്? അതിന്റെ ബ്രെഡ്നെസ് അത് മാറിയിട്ട് ആ സ്ഥാനത്ത് മിശിഹായുടെ ശരീരരക്തങ്ങളുടെ, അഥവാ മിശിഹായുടെ തന്നെ സത്ത പ്രവേശിക്കുകയും ചെയ്യുന്നു, അഥവാ മിശിഹ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്നതാണ് തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനവും പച്ചയായ യാഥാർത്ഥ്യവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ്. വെറും ഒരു ഗോതമ്പപ്പം അത് ബ്രെഡിന്റെ പാർട്ടിക്കിൾസിൽ നിലനിന്നുകൊണ്ട് അത് ഈശോയായി മാറുന്നു എന്നതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അത് ഈശോയായി മാറുന്നു, മിശിഹായായി മാറുന്നു. ഇനിമേൽ അത് അപ്പത്തിന്റെ നിറമുള്ള മിശിഹായാണ്, അപ്പത്തിന്റെ രുചിയുള്ള മിശിഹായാണ്,
അത് പൂർണ്ണമായും മിശിഹായാണ്. മിശിഹ അതിൽ പൂർണ്ണനാണ്. ഇനി എങ്ങനെയാണ് മിശിഹായുടെ ശരീരം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? മിശിഹായുടെ ശരീരം എന്ന് പറയുമ്പോൾ ഈ അപ്പത്തിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ ശരീരമായി മാറുന്നു. അതാണ് ട്രാൻസ്സബ്സ്റ്റൻസിയേഷൻ. ഇനി ആ പ്രവേശിക്കുന്ന ശരീരം ഏതുതരം ശരീരമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഏതുതരം ശരീരമാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്? അതായത് പാലസ്തീനയിൽ ജീവിച്ചിരുന്ന ഈശോയുടെ ശരീരത്തിലെ, നമ്മൾ ഇറച്ചി എന്ന് മലയാളത്തിൽ പറയുമല്ലോ, ആ ഇറച്ചിയും ആ ചോരയുമാണോ ഇതിന്റെ സത്തയിലേക്ക് പ്രവേശിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോ മറ്റെന്തെങ്കിലുമാണ്? കൃത്യമായി പറഞ്ഞാൽ പാലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ അതേ ശരീരരക്തങ്ങൾ തന്നെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, അതേ ശരീരരക്തങ്ങൾ തന്നെയാണ് ഈ ബ്രെഡിന്റെ പാർട്ടിക്കിൾസ് ഹോൾഡ് ചെയ്യുന്ന സത്തയുടെ സ്പേസിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ആ പാലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ ശരീരത്തിന് ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം രൂപഭേദം സംഭവിച്ചു. ഏത് രൂപഭേദമാണ് സംഭവിച്ചത്? ഈശോയുടെയും മനുഷ്യന്റെ കോശങ്ങൾ കൊണ്ട്, ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ശരീരം അത് സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടു, മഹത്വീകൃത ശരീരമായി രൂപാന്തരപ്പെട്ടു. ഗ്ലോറിഫൈഡ് ബോഡി എന്നാണ് അതിനെ വിളിക്കുന്നത്. മഹത്വീകൃത ശരീരം, സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടു. ഈ ഭൂമിക്ക് ആവശ്യമുള്ള, ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുണ്ടായിരുന്ന ആ ശരീരം, അതിന്റെ ശരീരത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ടിഷ്യൂസ് വേണം, ബോൺസ് വേണം, ഫ്ലഷ് വേണം, അത് ശരീരം ഇങ്ങനെ സെൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ഈ ശരീരം അത് സ്വർഗീയ ശരീരമായി, എന്ന് പറഞ്ഞാൽ തുടർന്ന് വളരുകയോ പൂർത്തീകരിക്കുകയോ വയസ്സാവുകയോ ഒന്നും ചെയ്യേണ്ടതില്ലാത്ത മഹത്വീകൃത സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടു. ഈ സ്വർഗീയ ശരീരം അരൂപിയുടെ ശരീരമാണ്, അതിന് രൂപമില്ല. അത് അരൂപിയുടെ ശരീരമാണ്. പാലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ ശരീരത്തിന് രൂപമുണ്ട്. ആ ശരീരം തന്നെയാണ് രൂപാന്തരപ്പെടുന്നത്. നമ്മൾ ഉദ്ധാനത്തിന്റെ ക്ലാസ്സുകൾ ഏതാണ്ട് 55-60 ക്ലാസ്സുകൾക്കിടയ്ക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ ഉദ്ധാനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മഹത്വീകൃത ശരീരമായി, സ്വർഗീയ ശരീരമായി ആ ശരീരം രൂപാന്തരപ്പെട്ടു. ആ ശരീരം അഭൗമിക ശരീരമാണ്. ആ ശരീരത്തിന് ഏതു വിധത്തിലും സന്നിഹിതമാകാൻ സാധ്യതയുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് കഥകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു, അവൻ അവരുടെ ഇടയിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അവനെ കണ്ടപ്പോൾ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് മഗ്ദലന മറിയത്തെ കുറിച്ച് വായിക്കുന്നത്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ കൂടെ നടന്നിട്ടും ഈശോയെ തിരിച്ചറിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ ഈശോയുടെ ആ ശരീരത്തിന്റെ ട്രാൻസ്ഫിഗറേഷനെ കുറിച്ച് പറയുന്നത്. ഈ ട്രാൻസ്ഫിഗറേഷന്റെ അഥവാ ഈശോയുടെ ഉത്ഥാനശേഷം ഉണ്ടാകുന്ന രൂപാന്തരീകരണമാണ് ഈ അപ്പസ്തോലന്മാർക്ക് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുൻപേ താബോർ മലയിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നത്. ട്രാൻസ്ഫിഗറേഷൻ, സ്വർഗീയ ശരീരം ഈശോ കാണിച്ചു കൊടുത്തു. ഉടനെ അവർ പറഞ്ഞു, ദൈവമേ, ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണം, നമ്മൾ ഇവിടെ അങ്ങ് ജീവിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ ആ സ്വർഗീയ ശരീരത്തിലാണ് ഈശോ ഉത്ഥാനം ചെയ്യുന്നത്. ഇനി വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഉദ്ധിത ശരീരമാണ്. ഈ കുരിശുമരണത്തിന് ശേഷം ആ ശരീരം ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട് സ്വർഗീയ ശരീരമായി മാറിയ, സ്വർഗത്തിന്റെ സ്വഭാവമുള്ള, അഭൗമികമായ, ഹ്യൂമൻ ടിഷ്യൂസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതല്ലാത്ത, സ്വർഗീയ രഹസ്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന നിത്യതയുടെ ആ ശരീരം, സ്റ്റിൽ ദാറ്റ്സ് എ ബോഡി. അതൊരു ശരീരമാണ്. നമ്മൾ കാണുന്ന ഇതുപോലത്തെ കോശങ്ങൾ ഉണ്ടാക്കിയ ശരീരമല്ലെന്നേ ഉള്ളൂ. അത് സ്വർഗത്തിന്റെ ശരീരമാണ്, ആ പ്രപഞ്ചത്തിന്റെ ശരീരമാണ്, ആ പ്രപഞ്ചത്തിന്റെ സ്വഭാവങ്ങളുള്ള ശരീരമാണ്, നിത്യതയുടെ സ്വഭാവമുള്ള ശരീരമാണ്. ആ അദൃശ്യമായ ആ സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരമാണ്. ആ ശരീരമായിട്ടാണ് ഈശോ ഉത്ഥാനം ചെയ്യുന്നത്. ഇനി നമ്മുടെയൊക്കെ അൾത്താരകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ആ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാകുന്നത് ഉത്ഥാനം ചെയ്ത മിശിഹായാണ്. പാലസ്തീനയിൽ ജീവിച്ചിരുന്ന ആ ശരീരത്തിൽ വന്ന് പ്രവേശിക്കുകയല്ല, ഉദ്ധിതനായ മിശിഹായാണ് ആ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാകുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ സാധ്യമല്ല. പിടിയോ? അതായത് പാലസ്തീനയിൽ ജീവിക്കുന്ന ഈശോയ്ക്ക് ഇതുപോലത്തെ ഒരു ശരീരവുമായി ഒരു അപ്പത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. എന്നാൽ ഉദ്ധിതനായ മിശിഹായ്ക്ക് ഒരു അപ്പത്തിന്റെ കുഞ്ഞ് കണികയ്ക്കകത്തേക്ക് പോലും സമ്പൂർണമായും പ്രവേശിക്കാൻ കഴിയും. ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും വ്യക്തിത്വത്തോടും ദൈവത്വത്തോടും കൂടെ, ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും ദൈവത്വത്തോടും കൂടെ മിശിഹായ്ക്ക് ഒരപ്പത്തിന്റെ കുഞ്ഞു പാർട്ടിക്കിളിനകത്തേക്ക് പോലും പ്രവേശിക്കാൻ കഴിയും. കാരണം ആ പ്രവേശിക്കുന്ന ശരീരം അത് സ്വർഗീയ ശരീരത്തിന്റെ സത്തയാണ്.
ഈ സ്വർഗീയ ശരീരമാണ് നമ്മൾ പരികർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഒരു സാധാരണ അൾത്താരയിൽ ഒരു വൈദികൻ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധ കുർബാനയിൽ അഥവാ ഓസ്തിയിലേക്ക് പ്രവേശിച്ചതിനെ വിശുദ്ധ കുർബാന എന്ന രഹസ്യമാക്കി പരിവർത്തനപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രഹസ്യമാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് യഥാർത്ഥ അത്ഭുതം എന്ന് വിളിക്കേണ്ടത്, യൂക്രിസ്റ്റിക് മിറക്കിൾ എന്ന് വിളിക്കേണ്ടത് ഈ സംഭവത്തെയാണ്. അതായത് ആലോചിച്ച് നോക്കിയേ, ഈ ചുമ്മാ ഈ മണ്ണിൽ നിന്ന് പൊടിച്ചെടുത്ത കിളുത്തു വന്ന് ഗോതമ്പുണ്ടായി അതിൽ നിന്ന് പൊടിച്ചെടുത്ത് നമ്മൾ കുഴച്ചുണ്ടാക്കിയ ഒരപ്പം സ്വർഗത്തിന്റെ ഭാഗമായി ദൈവമായി മാറുന്നു, സ്വർഗമായി മാറുന്നു, ദൈവമായി മാറുന്നു, മിശിഹായായി മാറുന്നു, പരിശുദ്ധ റൂഹ അതിന്മേൽ ആവസിക്കുന്നു, എപ്പിക്ലേസിസ് വഴി അത് പൂർത്തീകരിക്കുന്നു. അങ്ങനെ മിശിഹായായി മാറുന്നു. ഒരു പാവപ്പെട്ട കുഞ്ഞി ഓടിട്ട പള്ളിയില് ഒരു ചെറിയ അൾത്താരയില് ഒരച്ഛൻ ഈ ബലി അർപ്പിക്കുമ്പോൾ അവിടെ വെച്ച് ഈ ഒരു വെറുമൊരപ്പം അത് മിശിഹായായി മാറുന്നു എന്നതിനേക്കാളും വലിയൊരു അത്ഭുതം ഈ ഭൂമി കണ്ടിട്ടില്ല, ഈ ലോകത്തില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദാറ്റ് ഈസ് ദ യുക്കറിസ്റ്റിക് മിറക്കിൾ. വിശുദ്ധ കുർബാന അത്ഭുതം എന്ന് വിളിക്കേണ്ടത് അതിനെയാണ്. ഇനി എന്താണ് ഈ നമ്മൾ വിളിക്കാറുള്ള സോക്കോൾഡ് യുക്കറിസ്റ്റിക് മിറക്കിൾസിനകത്ത് സംഭവിക്കുന്നത്? അത് ശരിക്കുള്ളതല്ലേ? തീർച്ചയായും അത് ശരിക്കുള്ളതാണ്. സഭ അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കുമുള്ളതാണ് എന്ന് തന്നെ നമ്മൾ ബോധ്യപ്പെടണം. അവ ശരിക്കും സംഭവിക്കുന്നതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ഒരു ചെറിയ അത്ഭുതമാണ്. എല്ലാ വിശുദ്ധ കുർബാനയും നടക്കുന്നത് വലിയ അത്ഭുതമാണെങ്കിൽ ഈ യൂക്രിസ്റ്റിക് വിശുദ്ധ കുർബാന അത്ഭുതം നടന്നു എന്ന് വാർത്തയിലൊക്കെ എഴുതില്ല, യൂട്യൂബിലൊക്കെ എഴുതില്ല. അവിടെ നടക്കുന്നത് കുഞ്ഞൊരത്ഭുതമാണ്. എന്താണ് ഈ കുഞ്ഞത്ഭുതം? അതായത് ഈ അപ്പം ഈശോയായി മാറുന്നു എല്ലാ വിശുദ്ധ കുർബാനയിലും. ഇനി അപൂർവം 1-2 സ്ഥലത്ത് ഈശോയായി മാറിയ ആ വിശുദ്ധ കുർബാനയുണ്ടല്ലോ, ആ വിശുദ്ധ കുർബാനയുടെ സബ്സ്റ്റൻസ് അല്ലേ മാറിയിരിക്കുന്നത്, അഥവാ സത്തയല്ലേ മാറി ഈശോയായിരിക്കുന്നത്. അതിന്റെ ആക്സിഡൻസ് ഉണ്ടല്ലോ അവിടെ, അഥവാ ബ്രെഡിന്റെ മോളിക്യൂൾസും എല്ലാം കൂടി ആക്സിഡൻസ് ഉണ്ടല്ലോ, അവയ്ക്കും കൂടെ ഒരു രൂപാന്തരീകരണം സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ അവ ചിലപ്പോ ചുമന്ന നിറത്തിലായിട്ടുണ്ടാവും. അതിന്റെ ബ്രെഡിന്റെ ആറ്റംസ്, പാർട്ടിക്കിൾസ് അത് ചിലപ്പോൾ ഹ്യൂമൻ ടിഷ്യൂസ് ആയി മാറിയിട്ടുണ്ടാവും, ഹ്യൂമൻ ബോഡിയുടെ ടിഷ്യൂസ് ആയി മാറിയിട്ടുണ്ടാവും, ബ്ലഡ് സെൽസ് ആയി മാറിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഇവിടെ ഇതൊരു അത്ഭുതമാണ്. പക്ഷെ ശരിക്കും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഒരപ്പം ഈശോയായി മാറുന്നതാണ് യഥാർത്ഥ അത്ഭുതം. അതാണ് വലിയ അത്ഭുതം. കൊട്ടി ഘോഷിക്കേണ്ട അത്ഭുതം അതാണ്. വിളിച്ചു പറയേണ്ട അത്ഭുതം അതാണ്. അത്ഭുതത്തോടെ ഓരോ ദിവസവും ദേവാലയത്തിൽ ചെന്ന് നിന്ന് അനുഭവിക്കേണ്ട, സ്വീകരിക്കേണ്ട അത്ഭുതം അതാണ്. മറ്റേതാണെങ്കിലോ അതിനേക്കാൾ ചെറിയൊരു കാര്യമാണ്. അതായത് ഈശോയായി മാറിയ ഒരു അപ്പത്തിന് ഒരു ഹ്യൂമൻ ടിഷ്യൂസും കൂടെ അതിന്റെ നിറമോ രുചിയോ ഒക്കെ വന്നു എന്ന് മാത്രം. ഇനിയാണ് ചോദ്യം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലേ, പ്രഘോഷിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം. കുറെ കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ല എന്നതാണ് എന്റെ ഒന്നാമത്തെ കാര്യം. പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് പബ്ലിക്കിന് വേണ്ടിയുള്ള അത്ഭുതം സാധാരണ വിശുദ്ധ കുർബാന അത്ഭുതമാണ്. സാധാരണ നമ്മളങ്ങ് പറഞ്ഞു പോവാണ്, എല്ലാ ദിവസവും നടക്കുന്നതുകൊണ്ട്. അതാണ് പബ്ലിക്കിന് വേണ്ടിയുള്ളത്. അതായത് അത് വിശ്വസിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, അവരെ ചെല്ലാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, ആ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്ന മിശിഹായെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്, സ്വീകരിക്കാനും ബാധ്യസ്ഥരാണ്. അതിന് 100% അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനി ഈ നടക്കുന്ന രണ്ടാമത്തെ മിറക്കിൾസ്, ഇത് പബ്ലിക് റെവലേഷൻ അല്ല, ഇതൊരു പ്രൈവറ്റ് ഇൻസിഡന്റ് ആണ്, ഒരു പ്രൈവറ്റ് മിറക്കിളാണ്. എന്തുകൊണ്ടാണ് ദൈവം പിന്നെ അത് അനുവദിക്കുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണങ്ങളാണ് അതിന്റെ പുറകിലുള്ളത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണങ്ങളാണ്. ചിലപ്പം ചിലരെയെങ്കിലും ഒരല്പം ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഒന്നും കൂടെ നോക്കിക്കേ, എന്താണ് ഈ കാണുന്നത്, നീ എന്താണ് ശ്രദ്ധിച്ചായിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള മുഴുവൻ വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെയും പശ്ചാത്തലത്തിൽ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, അവിശ്വാസികളായിരുന്ന ചിലരെ ഒന്ന് ഷോക്ക് അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിശ്വാസികളെ, ഇൻക്ലൂഡിങ് ഈവൻ സം പ്രീസ്, അവര് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് കണ്ടതോടുകൂടി ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒരച്ഛൻ അങ്ങനെ പറയുമ്പം ഇത് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പകരം ഞാൻ ഇതുവരെ അർപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈശോയുടെ ശരീരം തന്നെ ആയിരുന്നല്ലോ എന്ന് ഈശോ എനിക്കൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസിലൂടെ
പറഞ്ഞു തന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ ലോകം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദേ ഇവിടെ ഈശോയുടെ ശരീരം, ഈ അപ്പം ഈശോയുടെ ശരീരമായി മാറി എന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് പറയുക. പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു പ്രതിഭാസ ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്താണെന്നറിയാമോ? ഇവിടെയൊക്കെ അവിശ്വാസത്തിന്റെ എലമെന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ്. അവിശ്വാസത്തിന്റെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? ഒരു യുക്കറിസ്റ്റിക് മിറക്കിൾ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻ അല്ല, അവിശ്വാസത്തിന്റെ ശാസനയാണ്. ഒരു അവിശ്വാസത്തിന്റെ ശാസനയാണ്. ആ ശാസനയെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി അവിടേക്ക് ഓടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ദേവാലയത്തിലേക്ക് പോയിട്ട് കൂടുതൽ ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ഷോക്കിന് ശരിക്കും ഒരു മീനിങ് ഉണ്ടോ എന്നുള്ളതാണ്, ഈ ഷോക്കിംഗ് ഇൻസിഡന്റിന് ഒരു മീനിങ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനൊരു യൂണിവേഴ്സൽ മീനിങ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരം, അതിനൊരു യൂണിവേഴ്സൽ മീനിങ് ഇല്ല. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ മീനിങ് ഇല്ല എന്ന് പറഞ്ഞത്? നമ്മൾ വീണ്ടും തിരിച്ചു പോകണം. ഈശോ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു പോകണം. ഈശോ അർപ്പിച്ച വിശുദ്ധ കുർബാന അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ആണ്, ട്രാൻസ് ആക്സിഡൻസ് അല്ല. അതായത് ഈശോ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് വാഴ്ത്തി വിഭജിച്ച് തന്റെ 12 അപ്പസ്തോലന്മാർക്ക് നൽകിയപ്പോൾ, എന്നിട്ട് ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവരോട് കൽപ്പിച്ചപ്പോൾ, അവർ സ്വീകരിച്ചത് ബ്രെഡിന്റെ രൂപവും നിറവുമുള്ള ഈശോയെയാണ്. അഥവാ കാലത്തിന് അതീതനായ, അതായത് ഇന്നും ഇന്നലെയും നാളെയും ഒരാൾ തന്നെ ആയിരിക്കുന്ന ഈശോ. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഉത്ഥാനത്തിന് മുമ്പ് അത് കൊടുക്കാൻ പറ്റുന്നത്. കാരണം നാളെ ഈ സ്വർഗീയ ശരീരം എന്നും നിലനിൽക്കുന്ന ശരീരമാണ്. അതുകൊണ്ട് അവിടത്തേക്ക് അത് അന്ത്യത്താഴത്തിന്, അഥവാ തന്റെ കുരിശുമരണത്തിന് മുമ്പ് തന്നെ കൊടുക്കാൻ പറ്റും. ആ സമയത്ത് ഈശോ തന്റെ സ്ലീഹന്മാർക്ക് കൊടുക്കുന്നത് പരിപൂർണമായ വിശുദ്ധ കുർബാന അർപ്പണമാണ്. അവിടെ ആ അപ്പത്തിൽ ഈശോയുടെ മഹത്വീകൃത ശരീരമാണ് സന്നിഹിതമായിരിക്കുന്നത്. ആ മഹത്വീകൃത ശരീരമാണ് ഈശോ തന്റെ സ്ലീഹന്മാർക്ക് കൊടുത്തത്. ഈശോ തന്റെ ഈ മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിൽ അത് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈശോയ്ക്ക് അത് വളരെ എളുപ്പത്തിൽ പറ്റുമായിരുന്നു, അല്ലേ? അത് ചെയ്യാമായിരുന്നു. പക്ഷെ ഈശോ അത് ചെയ്തില്ല. ഈശോ തന്റെ സ്ലീഹന്മാർക്ക് കൊടുത്തതും സ്ലീഹന്മാർ സഭകളിലൂടെ അർപ്പിച്ചതുമായ വിശുദ്ധ കുർബാനയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് ദാറ്റ് മിറക്കിളാണ്. ഈ അപ്പത്തിന്റെ രൂപം നിലനിർത്തിക്കൊണ്ട് അത് ഈശോയായി മാറുന്ന മിറക്കിളാണ് എല്ലായിട്ടും സംഭവിച്ചത്. ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ മിറക്കിൾ. അതാണ് അതിന്റെ യൂണിവേഴ്സൽ തിയോളജിക്കൽ എലമെന്റ്. അതുകൊണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്. അതിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ഈശോ അതിന്റെ കൂടെ ചേർത്ത് കാര്യം പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ. അഥവാ കണ്ണിന്റെ ശക്തി കൊണ്ട് ഇത് വംശമായി, അയ്യോ ശരിക്കും ആയിരുന്നു അത് എന്ന് വിശ്വസിക്കുക എന്നല്ല പറയേണ്ടത്. അത് കാണുമ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ, ഇതിപ്പോ ഇല്ലല്ലേ എനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് പറയേണ്ടതേ ഉള്ളൂ എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ എലമെന്റ് പറഞ്ഞത് എന്താണ്? അത് ഈശോ കൊടുത്ത വിശുദ്ധ കുർബാന എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഈശോ അനേകം തന്റെ ശിഷ്യന്മാരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു പരാമർശമുണ്ട്. എന്താണെന്നറിയോ? ഇതെന്റെ സാക്ഷാൽ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യും, അവൻ നിത്യം ജീവിക്കുമെന്ന് ഈശോ പഠിപ്പിച്ചപ്പോൾ, യോഹന്നാൻ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് 6-ാം അധ്യായത്തിലൊക്കെ പോയി പഠിപ്പിച്ചപ്പോൾ അനേകം പേർ അവരെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും കൂടെ നടന്നില്ല. അങ്ങനെ വിട്ടുപോയ അവരെ കൂടെ നടത്താനുള്ള ഏറ്റവും സിമ്പിൾ മാർഗം യഥാർത്ഥത്തിൽ അങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതായത് ഒരു അപ്പത്തിന്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ കൊടുക്കാനായി വരുമ്പോൾ അത് പെട്ടെന്ന് ഹൃദയത്തിന്റെ രൂപം വരികയോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റു വീഴുകയോ ഒരു മാംസപിണ്ഡമായിട്ട് അത് പിടയ്ക്കുന്ന വിധത്തിൽ മാറുകയോ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ആ പോയവരൊക്കെ തിരിച്ചു വരുമായിരുന്നു. ഈശോ ഇതെന്റെ ശരീര രക്തവുമാണ് ഇന്ന് പറഞ്ഞപ്പോൾ അതിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയവരൊക്കെ തിരിച്ചു വരുമായിരുന്നു. പക്ഷേ അങ്ങനെ കാണിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈശോ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് ഇത്തരം അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളെ വിശ്വാസത്തിലേക്കും വിശുദ്ധ കുർബാനിലേക്കും പൊതുവിൽ യൂണിവേഴ്സലി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാനോ നിങ്ങളോ തിരുസഭയുടെ ഔദ്യോഗിക നേതൃത്വമോ പോലും വിചാരിച്ചാൽ അത് മണ്ടത്തരമാണ് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഈ പറയുന്ന വിശ്വാസ വളർച്ചയൊന്നും ഉണ്ടാവില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യം ഇതാണ്, അച്ഛാ സാധാരണക്കാരുടെ വിശ്വാസത്തെ അല്ലേ അച്ഛൻ ചോദ്യം ചെയ്തത്? ഞങ്ങൾ സാധാരണക്കാർ ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചോട്ടെ, എന്തിനാ ഇത് തല്ലിക്കെടുത്ത് എന്ന്. സാധാരണക്കാരന്റെ വിശ്വാസവും അസാധാരണ വിശ്വാസവും എന്ന 2 വിശ്വാസങ്ങളുണ്ടോ കത്തോലിക്ക സഭയിൽ? സാധാരണ വിശ്വാസവും അസാധാരണ വിശ്വാസം ഉണ്ടോ? ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ആ വിശ്വാസത്തിനകത്ത് ഇനി എന്താണ് ഈ കോമൺ ഫെയ്ത്ത് അല്ലെ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ സിമ്പിൾ ഫെയ്ത്ത്. എന്താണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കുഞ്ഞിക്കാര്യത്തിലും വിശ്വസിക്കുന്നതിനെ അല്ല സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. പകരം
കാരണം എനിക്ക് അറിയില്ലേലും, എനിക്കത് മനസ്സിലാകാനുള്ള ബുദ്ധിയില്ല, എനിക്കറിയാം, എന്റെ ബുദ്ധി ഇത്രേ ഉള്ളൂ, പക്ഷെ ആ സത്യമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിനെയാണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു അത്ഭുതം കണ്ടോ, അയ്യോ അതിന്റെ പുറകെ ഞാൻ അമ്മേ എന്ന് പറയുന്ന ഒരാളുടെ മനോഭാവത്തിനെ അല്ല സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സിമ്പിൾ ഫെയ്ത്ത് എന്ന് ഒത്തിരി പേര് പറയാണ്. സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞ കാര്യമാണ്. കാരണങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അമ്മച്ചി. ഇപ്പൊ ഈ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷനെ കുറിച്ച് പറയുമ്പം അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട അമ്മച്ചി. ആ അമ്മച്ചി പറയാം, എന്റെ പൊന്നച്ച, ഞാൻ കുറെ ശ്രമിച്ചു, എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത് ഈശോ തന്നെയാണ്. ഏത് വൃത്തി മാറിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് ഈശോ തന്നെയാണ്. ഇതിനെയാണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് എവിടെ കുഞ്ഞൊരു അത്ഭുതം കണ്ടാലും കണ്ണും വിളിച്ച് വണ്ടിയും വിളിച്ച് ഓടുന്ന ജനത്തെ സിമ്പിൾ ഫെയ്ത്ത് പീപ്പിൾ എന്ന് വിളിക്കരുത്. അവര് അത്ഭുതങ്ങളുടെ പിന്നാലെ പായുന്ന അവിശ്വാസികൾ എന്നേ അവരെ വിളിക്കാം. അത്ഭുതങ്ങൾക്ക് പിന്നാലെ പായുന്ന അവിശ്വാസികൾ. ഈശോ വളരെ കർക്കശമായ വാക്കുകളിൽ ഇതേ കോണ്ടെക്സ്റ്റിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇവരെന്നെ തേടി വന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല എന്ന് ഈശോ പച്ചയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇവരെന്നെ തേടി വരുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല എന്ന്. നോക്കുക, മിറക്കിൾസ് കണ്ടിട്ട് തേടി വരുന്നവരുണ്ട്, അവിടുന്ന് പറഞ്ഞത് കേട്ട് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് എനിക്കിനി ഒന്നും കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അത്ഭുതം കാണാൻ വേണ്ടി ഓടി നടക്കുകയും അത്ഭുതങ്ങളിൽ അഭിരമിക്കുകയും എന്നിട്ട് സിമ്പിളായിട്ട് പഴയ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് അത്ഭുതങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നല്ലാതെ അതിന് ഫെയ്ത്തിന്റെ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് മിശിഹ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ടായ പ്രലോഭനത്തെ തട്ടിക്കളയുന്നത്. സാത്താനാണ് അത്ഭുതം ചെയ്യാൻ ഈശോയോട് ആവശ്യപ്പെടുന്നത്. നീ ആ കല്ലെടുത്ത് അപ്പമാക്ക്, അപ്പൊ ആളുകൾ ഓടി വരും. നീ ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാട്, നിന്റെ പാദം കല്ലുമേ തട്ടാതെ താങ്ങും, നീ ജീവിക്കുന്നത് കണ്ട ആളുകൾ അത്ഭുതപ്പെടും. ഈശോ പറഞ്ഞു, സാത്താൻ ദൂരെ പോകുക എന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ മിനിസ്ട്രി അത് വെറും മിറക്കിൾസിന്റെ മിനിസ്ട്രി അല്ല. അതുകൊണ്ട് തന്നെ ഈശോ ചെയ്ത സോക്കോൾഡ് അത്ഭുതങ്ങളെ സുവിശേഷം വിളിക്കുന്നത് അടയാളങ്ങൾ എന്നാണ്. അത്ഭുതം കാണിക്കുന്നത് ആരാണ്? മജീഷ്യനാണ്, അല്ലെങ്കിൽ മന്ത്രവാദികളാണ്. അത്ഭുതങ്ങൾക്ക് ദൈവമെന്നോ പിശാചെന്നോ ഒന്നുമില്ല. ദൈവത്തിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും, ദൈവിക മനുഷ്യർക്കും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും, സാത്താനും പറ്റും. മോശ തന്റെ വടിയെടുത്ത് നിലത്തിടുമ്പോൾ അത് പാമ്പായി മാറുന്നു. അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ അതുപോലെ തന്നെ വടിയെടുത്ത് നിലത്തിട്ട് പാമ്പായി കാണിച്ചു. ആര് ചമ്മിപ്പോയി എന്ന് ചോദിക്കുന്നില്ല, കാരണം അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് നമ്മളെയും കൂടി ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ കരബലമാണ് ശക്തി എന്ന് നമ്മെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോശയ്ക്കുണ്ടായ ആ ദുരനുഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാവം മോശ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോശ തൊട്ട് വലിയ കാര്യമായിട്ട് അത്ഭുതം കാണിക്കുക, കൂളായിട്ട് അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളും സെയിം അത്ഭുതം കാണിക്കും. അതിലൂടെ മോശയ്ക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഇത്തരം ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ദൈവജനത്തെ ശേഖരിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് വേറെ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് അറിയാം, മിറക്കിൾസ് കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല സഭയുടെ വിശ്വാസത്തെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു ആലോചിച്ച് നോക്കിക്കുക. അഴുകാതിരിക്കുന്ന ബോഡികൾ ആയിരക്കണക്കിനുണ്ട് തിരുസഭയിൽ. അഴുകാതിരിക്കുന്ന ബോഡികൾ, മിറാക്കുലസ് ഹീലിങ്സ് നൂറുകണക്കിന് ഡെയിലി നടക്കും. നമ്മുടെ കൺമുൻപിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എന്റെ പോലും മുമ്പിൽ നൂറുകണക്കിന് മിറക്കിൾസ്. നമുക്കതിനൊക്കെ പ്രഘോഷിക്കാം. മാജിക്ക് കാണാൻ വരുന്ന പോലെ ആൾക്കാർ, മാജിക്ക് കാണാനൊക്കെ പോകുന്ന ആൾക്കാർ കുറെ പേര് നമ്മുടെ അടുത്തും വരും. പക്ഷേ കേട്ടതുകൊണ്ട് വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. കേട്ടതുകൊണ്ട് വിശ്വസിക്കുന്നവരെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മളിനി പറയാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? അതിതാണ്, ഈ പ്രവേശിക്കുന്ന ഈശോ അത് വെറുതെ ഒരു ശരീരത്തിന്റെ ഭാഗമല്ല. അങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്യരുത്. നമ്മൾ പറയുകയാണ്, ദാ നോക്ക്, ഈശോയുടെ ശരീരമായത് മാറി, ഈ മാംസക്കട്ടയെ നോക്ക്, അല്ലെ രക്തക്കട്ടയെ നോക്കെന്ന് പറയുമ്പം നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. എന്ത് റെഡ്യൂസ് ചെയ്യുന്നു? ഈശോയുടെ സ്വർഗീയ ശരീരത്തെ ഒരു മാംസമായി റെഡ്യൂസ് ചെയ്യുന്നു, ഒരു ഫിസിക്കൽ ബോഡിയായി റെഡ്യൂസ് ചെയ്യുന്നു. ഒരു ഫിസിക്കൽ ബോഡി കഴിച്ചാൽ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയെ മാത്രമേ നറിഷ് ചെയ്യുള്ളൂ. ഒരു കഷ്ണം മാംസം കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ അത് നറിഷ് ചെയ്യുള്ളൂ. എന്നാൽ ഈ വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അത് ഈശോ എന്ന ദൈവിക വ്യക്തിയായി, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായി മാറുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതിന്റെ സത്യവും, ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ആളായി പുത്രൻ തമ്പുരാനായി മാറുന്നു. മിശിഹ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവും പിതാവും കൂടെ പ്രവേശിക്കും. അതുകൊണ്ട് ത്രിത്വത്തിന്റെ കൂട്ടായ്മ നമ്മൾ സ്വീകരിക്കും. അപ്പൊ വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുന്നത് ഒരു ശരീരമല്ല, പകരം വ്യക്തിയാണ്.
ദാറ്റ് ഇസ് ദ ഹൈലൈറ്റ്. വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവിക വ്യക്തിയാകുന്ന മിശിഹായാണ് വിശുദ്ധ കുർബാനയായി മാറുന്നത്. അഥവാ ആ ട്രാൻസ്ഫിഗറേഷണൽ ബ്ലഡ്നെസ് മാറുന്നത് മിശിഹ എന്ന വ്യക്തിയായിട്ടാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയാണ് ഓരോ പാർട്ടിക്കിളിലുമുള്ളത്. ആ വ്യക്തിയാണ് എൻ്റെ വ്യക്തിത്വവുമായി കലരുന്നത്. അങ്ങനെ മിശിഹ എന്ന വ്യക്തി എൻ്റെ വ്യക്തിത്വവുമായി കലർന്ന് എന്നെ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ പാർട്ടാക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ ആ സ്വർഗീയ ശരീരത്തിനോട് ചേർത്ത് എന്നെ ഈശോയുടെ ഭാഗമായി, ഈശോയുടെ അവയവമായി ഉയർത്തുന്നു. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാന അത് ഒരു മാംസത്തെക്കാൾ മിശിഹ എന്ന വ്യക്തിയുടെ വിഷയമാണ്. ഇനി അടുത്ത സ്റ്റേജിൽ എന്താണെന്നറിയാമോ? ഈ വിശുദ്ധ കുർബാന ഒരു മാംസമോ ഒരു വ്യക്തിയോ മാത്രമല്ല, വി ആർ എൻറ്ററിങ് ഇൻ ടു എ കമ്മ്യൂണിയൻ. വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന പേര് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് വളരെ അർത്ഥപൂർണ്ണമായിട്ടാണ്. ഹോളി കമ്മ്യൂണിയൻ എന്നാണ് വിളിക്കുന്നത്. ഹോളി ഫ്ലഷ് എന്നല്ല, ഹോളി ബ്രെഡ് എന്നല്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധ കൂട്ടായ്മ എന്നാണ് വിശുദ്ധ കുർബാന വിളിക്കപ്പെടുന്നത്. ഈശോ കൂട്ടായ്മയുടെ അടയാളമായിട്ടും കൂട്ടായ്മയുടെ വഴിയായിട്ടുമാണ് തൻ്റെ ശരീരത്തെ വിശുദ്ധ കുർബാനയെ നൽകിയത്. തൻ്റെ ശരീരത്തെ പങ്കിട്ടുകൊടുത്ത് അത് സ്വീകരിക്കുന്നവരെ ആ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്ത് അങ്ങനെ അവയെ ഒറ്റ ശരീരമാക്കി മാറ്റുന്ന കൂട്ടായ്മയുടെ അപ്പമാണത്. ദാറ്റ്സ് എ കമ്മ്യൂണിയനാണ്. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പിൽഗ്രിം ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതും, വെൻ യു റിസീവ് ഹോളി കമ്മ്യൂണിയൻ യു ആർ റിസീവിംഗ് ദ ചർച്ച്. നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മിശിഹായുടെ ശരീരമാകുന്ന തിരുസഭയെയാണ് സ്വീകരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞു വന്ന സ്വർഗീയ ശരീരം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? ദാറ്റ് ഈസ് ദ ചർച്ച്. തിരുസഭയാണത്. മഹത്വീകരണ ശരീരം അത് മിശിഹായുടെ ശരീരം, അത് സഭയാണ്. അഭൗമികമായ സ്വർഗീയ സഭയാണ് അത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ തിരുസഭയുടെ സംസർഗത്തിലേക്ക് പ്രവേശിക്കും, ഉദ്ധിതനായ മിശിഹായുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കും. അതാണ് അത്ഭുതം. അല്ലാതെ ഒരു കണ്ണിന് വെള്ള നിറമുള്ള ഒരു അപ്പം ചുവന്ന നിറമുള്ള ഒരു മാംസം കട്ടയായി മാറുന്നതല്ല അത്ഭുതം. വി ആർ എൻറ്ററിങ് into the community of saints. That community is constituted of the body of Christ, his resurrected body. മിശിഹായുടെ ശരീരത്തിലേക്ക്, മിശിഹായുടെ കൂട്ടായ്മയിലേക്ക് നാം പ്രവേശിക്കുന്നു. അതുകൊണ്ട് ദാറ്റ് യൂക്കറിസ്റ്റ് ഈസ് എ കമ്മ്യൂണിയൻ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിയൻ, ആ വിശുദ്ധ കുർബാന മാറേണ്ടത്, നടക്കേണ്ട അത്ഭുതം എന്താണെന്നറിയാമോ? അത് സ്വീകരിക്കുന്നവരെ ഒരു കമ്മ്യൂണിയനാക്കി മാറ്റുമ്പോഴാണ് ആ അത്ഭുതം നടക്കേണ്ടത്. ആ സ്വീകരിക്കുന്നവരെ ഒരു മാംസകഷ്ണമാക്കി മാറ്റുമ്പോഴല്ല, അവരെ ഈ കമ്മ്യൂണിയൻ ആകുന്ന ഈ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നവരെയും കൂടെ കമ്മ്യൂണിയനായി പരിവർത്തനപ്പെടുത്തുമ്പോഴാണ് മിറക്കൽ നടക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പം തിരികെ ഒന്ന് പോയി നോക്കിക്കേ, അവിടെ നടന്ന ഒരു യാഥാർത്ഥ്യമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്ലി എ റിയാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് എ മൈനറസ്റ്റ് മിറക്കൽ. ഒരു വാക്കുണ്ടെങ്കിൽ അതൊരു കുഞ്ഞിക്കാര്യമാണ്. അതുപയോഗിച്ച് വിശ്വാസത്തെ വളർത്താമെന്ന് വെറുതെ വ്യാമോഹിക്കരുത്. അതുപയോഗിച്ച് വിശ്വാസത്തെ വളർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഈശോ തന്നെ ആദ്യമേ ആ മാർഗം ഉപയോഗിച്ചേനെ. രക്തസാക്ഷികൾ ആ മാർഗം ഉപയോഗിച്ചേനെ. സ്ലീഹന്മാർ ആ മാർഗം ഉപയോഗിച്ചേനെ. പരിശുദ്ധ റൂഹായ്ക്ക് ആ മാർഗം ഉപയോഗിക്കുന്നതിനുള്ള ശക്തി ഒന്നും ക്ഷയിച്ചു പോയിട്ടുമില്ല. സിമ്പിളായിട്ട് നടക്കുമായിരുന്നു. അപ്പോ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നത് ഇത് ഉപയോഗിച്ച് നടത്താമെന്ന് വിചാരിക്കരുത്. പകരം ഓൾറെഡി വിശ്വാസമുള്ള ഒരാളെ അല്പം കൂടി ഒന്ന് കോൺഷ്യസ് ആക്കാനോ അലർട്ടാക്കാനോ, അവിടെയും ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും അല്ലത്, ചിലർക്കാർക്കെങ്കിലുമൊക്കെ. നമ്മുടെ പേഴ്സണലായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചു. ഈ വാർത്ത കേട്ടു എന്നുള്ളത് കൊണ്ട് വിശുദ്ധ കുർബാനയുടെ വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ചെങ്കിൽ ഒരു 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 മറ്റൊരു വിധത്തിലുള്ള ഒരു വിചാരമാണ് വർദ്ധിച്ചത്, അല്ലെ? സത്യത്തിലൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ എന്ന് അല്ലേ ആളുകൾ വിചാരിക്കുക. ഒരു അഭിവന്ദ്യ പിതാവ് ഇങ്ങനെ യുക്കറിസ്റ്റിക് മിറക്കിൾ നടന്നപ്പോ അച്ഛൻ വളരെ പെട്ടെന്ന് വിളിച്ച് പിതാവിനെ അറിയിക്കണമല്ലോ. പിതാവെ, വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അത് ഈശോയുടെ ശരീരവും രക്തവുമായി മാറി, ശരീരമായി മാറി എന്ന് വിളിച്ചു പറഞ്ഞപ്പം പിതാവ് പെട്ടെന്ന് എടുത്തെടുത്ത് തിരിച്ചു വെച്ചു. അച്ഛനത് ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ എന്നും കാണുന്നതാണല്ലോ എന്നാണ് മറുപടി പറഞ്ഞത് എന്ന് ചുമ്മാ ഒരു ഇത് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു അത് സൂക്ഷിച്ചത് തിരികെ ഇവിടെ കൊണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞു.
പിന്നീട് ആവശ്യമായ സ്റ്റഡീസിനൊക്കെ ശേഷം ഇത്തരം ഒരു മൈനർ മിറക്കിൾ കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് പറയാൻ ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത്രയും വിശദമായി പറയേണ്ട കാര്യമില്ല, അണ്ടർസ്റ്റുഡ് ആണ്. എനിവേ, ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കണം, ഇങ്ങനത്തെ മിറക്കിൾസ് ധാരാളമുണ്ട് സഭയിൽ, യാഥാർത്ഥ്യമാണ്. അത് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. കാരണം തിരുസഭ ഒരു അഭൗമിക യാഥാർത്ഥ്യം കൂടെയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് അവിടത്തേക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ സുനിശ്ചിതമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ആകേണ്ട കാര്യങ്ങളുണ്ട്. അവ അത്ഭുതങ്ങളിലല്ല നിലനിൽക്കുന്നത്, അവ സ്വർഗീയ രഹസ്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരപ്പം വിശുദ്ധ കുർബാനയായി മാറുന്നതിനെ വെറും അത്ഭുതം എന്ന് വിളിച്ചാൽ പോരാ. ഇൻസ്റ്റഡ് അതിന് വിളിക്കപ്പെടേണ്ടത് മിറക്കിൾ എന്നതിനേക്കാൾ മിസ്റ്ററി എന്നാണ്. മിറക്കിൾ അല്ല, മിസ്റ്ററി സംഭവിക്കുന്നു എന്ന് പറയണം. മിസ്റ്ററി സംഭവിക്കുന്നു. അച്ഛൻ ബലിയർപ്പിച്ചപ്പോൾ മിസ്റ്ററി സംഭവിച്ചു എന്ന് പറയാം. രഹസ്യാത്മകമായ യാഥാർത്ഥ്യത്തെയാണ് മിസ്റ്ററി എന്ന് വിളിക്കുന്നത്, അല്ലാതെ അത്ഭുതം സംഭവിച്ചു എന്നല്ല പറയേണ്ടത്. മിസ്റ്ററിയാണ്. മിസ്റ്ററിയേക്കാൾ തീരെ താഴെയാണ് മിറക്കിൾ. അതുകൊണ്ട് നമുക്ക് മിറക്കിളുകളെക്കാൾ കൂടുതലായി ഒരു മിറക്കിളിനെ പ്രഘോഷിക്കാൻ നമുക്ക് എന്ത് ആവേശമാണ് അല്ലെ, അതിനേക്കാൾ ഒത്തിരി ശക്തിയിൽ നമ്മൾ മിസ്റ്ററി പ്രഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പരാമർശം തൽക്കാലം അവിടെ നിർത്തുക. ഇനി നമുക്കിനി ഇച്ചിരി നേരം കൂടെയുണ്ട്, നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്ന അത് ഈ പറഞ്ഞ സ്വകാര്യ വെളിപാടുകളെ കുറിച്ചാണ്. ഈ സ്വകാര്യ വെളിപാടുകളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വിഷയം പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, ഇതുവരെ സംസാരിച്ചത് ദൈവപ്രഭുവിന്റെ 4ാമത്തെ പാരഗ്രാഫാണ്. നമ്മൾ 5ാം പാരഗ്രാഫിലോട്ട് പ്രവേശിക്കുക. 4ാം പാരഗ്രാഫ് കഴിഞ്ഞ് 5ാം പാരഗ്രാഫിലോട്ട് പ്രവേശിക്കുക. അതിനകത്ത് ഈ വെളിപാടിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്വകാര്യ വെളിപാടുകളെ കുറിച്ച്. സ്വകാര്യ വെളിപാടുകളുടെ ഉദ്ദേശം സ്വകാര്യ വ്യക്തികളാണ്, പബ്ലിക്കല്ല. എന്നാൽ യഥാർത്ഥ വെളിപാട്, റിയൽ വെളിപാട്, പരസ്യ വെളിപാട് എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം വെളിപാടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ വെളിപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുമ്പോൾ സഭ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഈ വെളിപാട് ദൈവം നൽകുന്നു. എങ്ങനെയാണ് നൽകുന്നത്, എന്തിനാണ് നൽകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വെളിപാട് തരുമ്പോൾ ഈ വെളിപാട് സ്വീകരിക്കുന്ന ആൾ എന്ത് ചെയ്യണം എന്നാണ് എന്റെ ചോദ്യം. അഥവാ വെളിപാട് സ്വീകരിക്കുന്നവർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വെളിപാടിനെ കുറിച്ച് കാര്യം നോക്കുക, അത് കളക്റ്റീവ് റിയാലിറ്റിയാണ്. സ്വീകരിക്കുന്നതിന് കളക്റ്റീവ് സമൂഹമാണ്. തിരുസഭയാണ് വെളിപാടിന്റെ കൗണ്ടർ പാർട്ട്. സബ്ജക്റ്റ് സഭയാണ് വെളിപാട് സ്വീകരിക്കുന്നതൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഈ സഭാ സമൂഹവും അതിലെ അംഗങ്ങളായ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നാണ്. ഈ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ വിധേയത്വം കൊടുക്കണം എന്നാണ് അതിന്റെ ഉത്തരം. ഇറ്റ്സ് എ ടെക്നിക്കൽ ടേം, ഞാൻ ഉണ്ടാക്കി പറഞ്ഞ വാക്കല്ല. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. മലയാളത്തിൽ അതിനെ വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. വിശ്വാസത്തിന്റെ വിധേയത്വം നൽകണം എന്നാണ് അതിന്റെ ഉത്തരം. ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നീ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ വിശ്വാസത്തിന്റെ വിധേയത്വം കൊടുക്കണം എന്നാണ് തിരുസഭ നൽകുന്ന മറുപടി. അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ആമേൻ പറയണം എന്നാണ് അതിന്റെ സിമ്പിൾ കാര്യം. എന്താണ് ഈ വിധേയത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 2 വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിച്ചു നോക്കാവേ. റോമാലേഖനം 1-ാം അധ്യായം, റോമാലേഖനം ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാട്ടോ. റോമാലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉണ്ടാകേണ്ടതിന് വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജനതകളുടെയും ഇടയിൽ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഈ അപ്പസ്തോലന്മാർ പറയാണ്, മതി അത്രയും മതി. ഞങ്ങൾ ശ്ലൈഹിക സ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഈ മിനിസ്ട്രി ചെയ്യുന്ന എന്തിനാണ്? സകല ജനത്തിന്റെയും ഇടയിൽ വിശ്വാസത്തിന്റെ വിധേയത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ഇതൊരു ഭയങ്കര വലിയൊരു തിയോളജിക്കൽ നോഷനാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ചുമ്മാ കുഞ്ഞായിട്ടങ്ങ് പറയുന്നത്. ഇനി മറ്റൊന്ന്, അതേ ലേഖനത്തിൽ തന്നെ 16-20 അധ്യായം, റോമാലേഖനം തന്നെ 16-ാം അധ്യായം 26-ാം തിരുവചനം, 16:26. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. നോക്കുക, ദൈവം തന്റെ അനന്തജ്ഞാനത്തിൽ നിന്ന് സകലതും വെളിപ്പെടുത്തി. അപ്പോൾ വിശ്വാസത്തിന്റെ അനുസരണത്തിനായി അത് നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ അനുസരണം, ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ഇനി മറ്റൊരു ഭാഗം വായിക്കാം. 2 കൊരിന്തോസ്
10-ാം അധ്യായം 2 കൊരിന്തോസ് 10-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔന്നത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നോക്കുക, ഞങ്ങൾ അതിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. ഞങ്ങൾ അനുസരിക്കുന്നവരായി തീർന്നിരിക്കുന്നു, അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് പറയുന്നതാണ്. ആദ്യ വാചകം വായിച്ചേ, ഒന്നുകൂടെ വായിക്കാമോ? ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔന്നത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും എന്താണ് അതിന്റെ അർത്ഥം? അതായത് സകല നിരീശ്വരവാദ ദൈവനിഷേധമായ ആശയങ്ങളെയും ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു. എവിടെ കീഴ്പ്പെടുത്തുന്നു? ഞങ്ങളിൽ തന്നെ കീഴ്പ്പെടുത്തുന്നു. അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിനെതിരെ അഹങ്കാരത്തോടെ സംസാരിക്കാൻ, അതിനെ എതിർക്കാൻ, അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യവംശത്തിന്റെ ഉള്ളിലുണ്ട്. അതാണ് ആദ്യ മാതാപിതാക്കൾ ചെയ്യുന്നതും. അതായത് ദൈവം പറഞ്ഞു, ദൈവം അവരാരാണ് എന്ന് വെളിപ്പെടുത്തി, അവരോട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷെ അവര് അതിന് വിരുദ്ധമായി ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. അതാണ് സത്യത്തിൽ അവർക്കുണ്ടാകുന്ന പ്രലോഭനം. സത്താന്റെ രൂപത്തിൽ, സാമീപ്യത്തിൽ, രൂപത്തിൽ എന്നൊക്കെ പറയുന്ന തിയോളജിക്കൽ വിഷയങ്ങൾ നമ്മൾ പിന്നീട് സമയത്ത് പറയും. അവർക്ക് സംഭവിക്കുന്ന എന്താണ്? അവരുടെ വിചാരങ്ങളും അവരുടെ തോന്നലുകളും അവരെ കീഴ്പ്പെടുത്തും. സ്ലീഹന്മാർ പറയുകയാണ്, ഞങ്ങൾ അവയെ കീഴ്പ്പെടുത്തും. ഞങ്ങളുടെ ആ വിശ്വാസത്തെ, ഞങ്ങളുടെ വിചാരങ്ങളെ, ഞങ്ങളുടെ ന്യായങ്ങളെ, ഞങ്ങളുടെ ന്യായീകരണങ്ങളെ, ഞങ്ങളുടെ തത്വസംഹിതകളെ ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു. എന്നിട്ട് ദൈവം വെളിപ്പെടുത്തിയവയോട് അനുസരണം പ്രഖ്യാപിക്കും. അപ്പോൾ വെളിപാടിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മറുവശത്തുള്ള ഒരു കാര്യം ഇതാണ്, അത് അനുസരണമാണ്. എന്തനുസരണമാണത്? വിശ്വാസത്തിന്റെ അനുസരണമാണ്. അതായത് ദൈവിക വെളിപാടിന്റെ മറുവശം വിശ്വാസമാണ്. ആ വിശ്വാസം വെറുതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വിശ്വാസമല്ല, അത് അനുസരണത്തിന്റെ വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ അനുസരണം. അഥവാ ദൈവിക വെളിപാടിന്റെ മറുവശം എന്താണ്? ഒരു വശത്തിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയില്ലേ, ഒരു കാര്യത്തെ പൂർത്തീകരിക്കുന്നു. ഇപ്പൊ ഒരു ബോളാന്ന് വിചാരിച്ചു, ഒരു പന്ത് പകുതി ഇരിക്കുന്നു, മറ്റൊരു സ്പിയർ കൊണ്ട് ഇതിനെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് പന്തായി മാറും. എന്നതുപോലെ ദൈവിക വെളിപാട് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പൂർത്തീകരിക്കുന്ന മറുവശം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ഫെയ്ത്ത്. അതായത് റെവലേഷന്റെ കൗണ്ടർ പാർട്ടാണ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ മറുവശമാണ്, അഥവാ വിശ്വാസത്തിന്റെ മറുപുറമാണ്, വെളിപാടിന്റെ ദൈവിക വെളിപ്പെടുത്തലിന്റെ മറുവശമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വെളിപാട് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ഫെയ്ത്ത് നമ്മുടെ ഭാഗത്തു നിന്നും. ഈ ഫെയ്ത്തിന്റെ ക്യാരക്ടർ എന്താണ്? ദാറ്റ് ഹാസ് ഗോട്ട് എ ക്യാരക്ടർ ഓഫ് ഒബീഡിയൻസ്. ഒരു വിശ്വാസത്തിന്റെ അനുസരണം. ഈ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ അത് ഒരു സബ്മിഷനാണ്, അഥവാ ഒരു സമർപ്പണമാണ്. ഈ അനുസരണം, അത് വിശ്വാസം എന്ന് പറഞ്ഞാലും വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു സമർപ്പണം നടത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വാട്ട് ഈസ് ദാറ്റ് സമർപ്പണം? എന്താണ് ആ സമർപ്പണം? ആ സമർപ്പണം രണ്ട് കാര്യങ്ങളുടെ സമഗ്രമായ വിധേയത്വമാണ്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന സമഗ്രമായ ഇന്റഗ്രൽ ആയിട്ടുള്ള വിധേയത്വമാണ്, ഒബീഡിയൻസ് ആണ് അത്. എന്തിന്റെയൊക്കെ? ബുദ്ധിയുടെയും ഇച്ഛാശക്തിയുടെയും ഇന്റലക്റ്റിന്റെയും വില്ലിന്റെയും ഇന്റഗ്രൽ ആയിട്ടുള്ള സബ്മിഷനാണ്, സമർപ്പിക്കലാണ് ഫെയ്ത്ത്. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ദൈവം വെളിപ്പെടുത്തുന്നതിനെ സ്വീകരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യേണ്ടി വരും? തൻ്റെ ബുദ്ധിയെയും തൻ്റെ ഇച്ഛാശക്തിയെയും ആ വെളിപ്പെടുത്തപ്പെടുന്ന രഹസ്യത്തിന് മുൻപിൽ വിധേയത്വത്തോടെ അടിയറ വയ്ക്കും. അപ്പോഴാണ് ആ ആൾക്ക് വെളിപാടിന്റെ ഭാഗമായി തീരാൻ പറ്റുന്നത്. അടിയറ വയ്ക്കാതെ വെളിപാടിന്റെ ഭാഗമായി തീരാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, അപ്പൊ പിന്നെ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഇതിന്. അടിയറ വയ്ക്കും. അടിയറ വെക്കണമെന്നാണ്, എടുത്തു കളയണമെന്നല്ല പറഞ്ഞത്. ഇത് രണ്ടാണ്. അതായത് ബുദ്ധിയെ ദൈവിക വെളിപാടിന്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ദൈവിക വെളിപാടിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്റലക്റ്റിനെ സമർപ്പിക്കണം, വില്ലിനെ സമർപ്പിക്കണം. ചിലര് പെട്ടെന്ന് വിചാരിക്കുന്നത്, ഈ പറഞ്ഞ സിമ്പിൾ ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ കുറച്ച് പ്രാവശ്യം പറഞ്ഞില്ലേ, അവരുദ്ദേശിക്കുന്നറിയോ? ബുദ്ധിയെ എടുത്തു കാണണം, ഇന്റലക്റ്റിനെ എടുത്തു കാണണം, വില്ലിനെ എടുത്തു കാണണം, എന്നിട്ട് ചുമ്മാ ബോധമില്ലാതെ ആയിക്കോട്ടെ എന്ന് പറയണം. അതാണ് സിമ്പിൾ ഫെയ്ത്ത് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭ തന്നെ പ്രബോധനങ്ങളുമായി മുന്നോട്ട് പോകില്ലായിരുന്നു. കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം കൊടുത്ത് അവസാനിപ്പിച്ചാൽ. പക്ഷേ ഈ വില്ലും ഇന്റലക്റ്റും ഉപയോഗിച്ച്
ശുശ്രൂഷ ചെയ്യുന്നതിനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി തുടർന്ന് കുറെ കാര്യം നമുക്ക് പറയാനുണ്ട്. ഈ അംഗീകാരം സ്വമേധയാ കൊടുക്കേണ്ടതാണോ, വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ, ഇനി നിരീശ്വരവാദികളുടെ അവസ്ഥ എന്താണ് എന്ന് തുടങ്ങുന്ന കുറെ വിഷയങ്ങൾ, ഇതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏരിയകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പറയുന്നത്. ആ വിഷയത്തിലേക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് സംസാരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ ശരിയായിട്ട് അച്ഛൻ ഇപ്പം പറഞ്ഞു, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ ശരീരം മഹത്വീകൃത ശരീരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ സുവിശേഷത്തില് ഇടയ്ക്ക് ഈശോ ശിഷ്യന്മാരോടൊക്കെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഞാൻ അതിനൊരു വ്യാഖ്യാനം കേട്ടത്, യഥാർത്ഥത്തിൽ ക്രിസ്തു ഉദ്ധാനം ചെയ്തെന്നും അത് ഒരു പ്രേതമോ അല്ലെങ്കിൽ ഒരു ഭൂതമോ അല്ല എന്നുള്ളത് കാണിക്കാനുണ്ട്. അതിന്റെ ഒന്ന് യഥാർത്ഥത്തിലുള്ള ഒരു മീനിങ് എന്ന് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിനെക്കുറിച്ച് ആ പറഞ്ഞ ഉത്ഥാനത്തിന്റെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ഒന്നുകൂടി വാക്കോടെ പറയാം. ഈശോ ഉത്ഥാനം ചെയ്ത ശേഷം എന്തുകൊണ്ടാണ് ഈ മാംസ രൂപത്തിലുള്ള ശരീരത്തിന്റെ രൂപത്തിൽ സന്നിഹിതനായത്, ഇനി അവിടെ എന്താ സംഭവിച്ചത് എന്നാണ് ചോദ്യം. ഇത് ഈശോ കൊടുത്ത ഒരു ദർശനമാണ്. അതൊരു ദർശനമാണ്, അഥവാ അവർക്ക് അങ്ങനെ കാണപ്പെട്ടു എന്നാണല്ലോ. അവർക്ക് അങ്ങനെ കാണപ്പെട്ടു. ഈ കാണപ്പെടലിന് ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞു തന്നെയാണ് എന്റെ 2 പ്രാവശ്യം ഈശോ ഇങ്ങനത്തെ കാണപ്പെടൽ നടത്തുന്നുണ്ട്. ഒന്ന് താബോർ മലയിൽ വെച്ചാണ്. അവിടെ വെച്ച് ഈശോ തന്റെ ഉദ്ധിത ശരീരത്തിൽ കാണപ്പെട്ടു. അതുപോലെ തന്നെ ഉദ്ധിത ശരീരത്തിലായ ശേഷം അവിടെ തന്നെ പഴയ ശരീരത്തിൽ കാണപ്പെട്ടു. എന്തിനാണിത്? ഒരു ക്രോസ് റെഫറൻസിന് വേണ്ടിയാണ്. അതായത് ഭൂമിയിൽ ജീവിച്ചിരിക്കുക അവിടുന്ന് തനിക്ക് താൻ സ്വീകരിക്കാതിരിക്കുന്ന വരാനിരിക്കുന്ന ശരീരത്തെ കാണിച്ചു കൊടുത്തു. ആ ശരീരത്തിലായിരിക്കെ പഴയ ശരീരത്തെ കാണിച്ചു കൊടുത്തു. അപ്പോ അസന്നിഗ്ധമായി അല്ലെങ്കിൽ സംശയരഹിതമായി ഇത് ഈശോ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ബാക്കി കാര്യങ്ങളെ പോലെയല്ല, ഈശോയുടെ ഉത്ഥാനമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഉത്ഥാനം ചെയ്തുവെന്നും നിങ്ങൾ ഉത്ഥാനം ചെയ്യപ്പെടുമെന്നും സംശയരഹിതമായി പഠിപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അത് സ്ലീഹന്മാർക്ക്, തിരുസഭയ്ക്ക് ആ കാര്യത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടാകണം എന്ന് ഈശോ ആഗ്രഹിച്ചു. ആ ഉറപ്പുണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ അവര് രക്തസാക്ഷിത്വം വരെ വരിക്കാൻ തയ്യാറായത്. അവര് പിന്നൊന്നും പേടിച്ചില്ല. കാരണം ഈ ശരീരം പൊക്കോട്ടെ, നമ്മളിനി അവിടെ ഉയർക്കാൻ പോവല്ലേ എന്ന് അവര് കണ്ടനുഭവിച്ചിട്ടുണ്ട്. ആ ഉറപ്പുകൊണ്ടാണ് അവര് രക്തസാക്ഷിത്വം വരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഉത്ഥാനമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. രക്തസാക്ഷിത്വത്തിന്റെ തന്നെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഉറപ്പ് കൊടുക്കാൻ വേണ്ടി ഈശോ ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തുവാണ്, ഒരു ക്രോസ് വിറ്റ്നസിങ് കൊടുക്കുന്നതാണ് ഈ 2 സമയത്തും. അപ്പൊ അതുകൊണ്ട് ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു ദർശനമാണ്. ഈ ദർശനത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് ഈശോയുടെ ഉത്ഥിതമായ മനുഷ്യത്വത്തിന്റെ അവസ്ഥ എന്ന ടൈറ്റിലിൽ CCC 645 ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. അതിനകത്ത് നമ്മളിങ്ങനെ വായിക്കും, അതേസമയം സത്യവും യഥാർത്ഥവുമായ ശരീരം മഹത്വപൂർണമായ ശരീരത്തിന്റെ പുതിയ ഗുണങ്ങളും കൂടെ കൂടിയുള്ളതാണ്. അത് സ്ഥലകാലങ്ങളുടെ പരിമിതി ഇല്ലാത്തതാണ്. അടുത്തത്, എങ്ങനെ എപ്പോൾ കാണപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അപ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളതുമാണ്. അപ്പോൾ ഈശോയ്ക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടുന്ന് ഉദ്ധിത ശരീരത്തിലാണ്. ബട്ട് ഹി ക്യാൻ ഗീവ് എ വിഷൻ, ഒരു അപ്പരീഷൻ, പ്രത്യക്ഷപ്പെടൽ നൽകാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടൽ ഈശോ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഉറപ്പ് നൽകുന്ന ഒരു അടയാളമാണ് അത്. സ്തുതിയായിരിക്കട്ടെ. എനിക്ക് 2 സംശയങ്ങളുണ്ട്. ആദ്യത്തെ സംശയം, അച്ഛൻ പറഞ്ഞു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അതാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ തമ്മിൽ വരുന്നതെന്ന് പറഞ്ഞു, ഈശോയുടെ തന്നെ. അപ്പം മഹതീകൃത ശരീരം എന്ന് പറയുന്നത് തേജസ് കൊണ്ടുള്ള ശരീരമാണല്ലോ, അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞത്? മാംസം കൊണ്ടുള്ള ശരീരമല്ല, തേജസ് കൊണ്ടുള്ള ശരീരം. അപ്പൊ എങ്ങനെയാണ് ആ നമ്മുടെ മാംസത്തിന്റെ പ്രത്യേകതയല്ലേ ഈ ശരീരം രക്തം എന്ന് പറയുന്നത്? അപ്പം നമ്മള് അതെങ്ങനെയാ അങ്ങനെ സ്വീകരിക്കണു എന്ന് പറയുന്നത്? അതാണ് ആദ്യത്തെ സംശയം. അപ്പോ ശരീരവും രക്തം എന്ന് പറയുന്നത് ഒരു സെമിറ്റിക് ലാംഗ്വേജ് കൂടിയാണ്. അതായത് ശരീരവും രക്തവും കൂട്ടിച്ചേർത്താണ് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നത്. അതായത് ബോഡി ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്നാണ് അതിന്റെ ധ്വനി. അതായത് നമുക്ക് മലയാളത്തിൽ അങ്ങനത്തെ പരാമർശങ്ങളുണ്ടോ? ഒരാളെ സൂചിപ്പിക്കാൻ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ശരീരവും ഒരാളിൽ എന്താ ഉള്ളത്? മാംസമുണ്ട്, രക്തമുണ്ട്. നമ്മൾ ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ ആ ആളാണ് ഇത് എന്ന് പറയലാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം. ഇനി ഈ മഹത്വീകൃതമായിരിക്കുന്ന ആ ശരീരത്തെ ആലങ്കാരികമായോ പ്രതീകാത്മകമായോ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഈ പറഞ്ഞ മാംസവും രക്തവും എന്ന്.
ഈശോ ഉപയോഗിച്ച പദം തന്നെയാണ്. അഥവാ എന്നിലുള്ളത് തന്നെയാണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്. അഥവാ ഈ ഞാൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഞാൻ തന്നെയാണ് അതിലേക്ക് വരാൻ പോകുന്നത്, വേറൊരു യാഥാർത്ഥ്യമല്ല എന്നാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തിന് ട്രാൻസ്ഫിഗറേഷൻ നടക്കും. ഈ ശരീരം രൂപമാറ്റം വരും. അപ്പൊ അത് വേറൊരു തരം ശരീരമായി മാറും എന്ന അർത്ഥത്തിലാണ് ശരീരം രക്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പം ശരീരം എന്ന് പറയുന്നത് ഇതിന് മാത്രമാണല്ലോ, രക്തം എന്ന് പറഞ്ഞാൽ അതിന് മാത്രമാണല്ലോ നമ്മൾ സാധാരണ. എന്നാൽ അല്ലാതെ നമ്മൾ പറയാറുണ്ട് ഒരു 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 സെലസ്റ്റിയൽ ബോഡി എന്ന് പറയാറില്ലേ, അല്ലേ? ഒരു ശൂന്യാകാശത്തുള്ള ഒരു ഗ്രഹത്തിനെ ഒരു സെലസ്റ്റിയൽ ബോഡി എന്ന് പറയാറില്ലേ? ആ ബോഡി എന്നുള്ള പദത്തിന് അങ്ങനത്തെ അർത്ഥങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് സ്വർഗീയ രഹസ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാനുഷിക പദങ്ങളാണ് ഇവിടെ വിശുദ്ധ കുർബാനയിൽ മാംസവും രക്തവും എന്ന വാക്കുകൾ. ഇത് അതിന്റെ കൂടെ ചേർത്ത് അടുത്ത ഒരു ചോദ്യം പറയുന്നത് അച്ഛൻ പറഞ്ഞത്, നമ്മള് തൃത്വത്തിന്റെ കൂട്ടായ്മയിലോട്ടല്ലേ പ്രവേശിക്കുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ? അപ്പം ദിവ്യകാരുണ്യത്തില് നമ്മള് ക്രൈസ്റ്റ്നെസ് ആണ് അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ തൃത്വം നമ്മിൽ ആവുന്നത്? പൂർണ്ണമായ കൃത്യമായ അർത്ഥത്തിൽ മിശിഹായിലേക്കുള്ള സംസർഗത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മിശിഹായോടാണ് നാം സംസർഗത്തിലാകുന്നത്. ഈശോയോടാണ് നാം ചേരുന്നത്. ഈശോയോട് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഈശോ പൂർണ്ണമായും ത്രിത്വത്തോട് ചേർന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ദൈവിക വ്യക്തിയാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ പങ്കാളികളാകുന്ന നിമിഷം തന്നെ, അതിനാൽ തന്നെ നാം ത്രിത്വത്തിലും മിശിഹായിൽ പങ്കാളികളാകും. വി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രിനിറ്റി ഇൻ ക്രൈസ്റ്റ്. മിശിഹായിൽ നാം ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്കും കൂടെ പങ്കാളിയാവും. അഥവാ മിശിഹായിലൂടെ ത്രിത്വം നമ്മോട് ബന്ധത്തിലാവും. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. നേരിട്ട് കൃത്യമായ സിമ്പിൾ വാക്കുകളിൽ പറഞ്ഞാൽ ഈശോയോട് സംസർഗത്തിലാകും. കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, വിത്ത് ക്രൈസ്റ്റ് മാത്രം പറയാം, വിത്ത് ദ ചർച്ച്, ക്രൈസ്റ്റ് ദ ചർച്ച്, അങ്ങനെയാണ്. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈശോയുടെ മഹത്വീകൃത ശരീരത്തിന് ഒരു 4 പ്രത്യേകതകൾ ഉള്ളതായിട്ട് ഞാൻ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അക്ഷയവും സൂക്ഷ്മവും ലഘുത്വവും ദീപ്തവുമായി എന്നുള്ള ആ പുതിയ ഒരു പ്രോപ്പർട്ടിയോട് കൂടിയാണ് ഈശോയുടെ ഈ ശരീരത്തിന് ഉത്ഥാനം ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രസൻസ്. അപ്പൊ ഞാൻ ഇത് എന്റെ അറിവിലേക്ക് ചോദിക്കുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള റെഫറൻസുകൾ എവിടെയെങ്കിലും അച്ഛന്റെ നോട്ടീസിൽ റെഡിലി അറിയോ, അച്ഛൻ ഓർമ്മയിലുണ്ടോന്നൊന്നും അറിയുകയാണെങ്കിൽ അത് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ഈ CCC നോക്കിയിട്ട് CCC ഞാൻ എന്റെ റെഫറൻസിന് വേണ്ടി തേടിയിരുന്നു. പക്ഷെ മറ്റ് പല പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ. പക്ഷെ എവിടെ നിന്നാണ് എന്നുള്ളതിന്റെ ഒരു റെഫറൻസ് അതിനകത്തും കൊടുത്തിട്ടില്ല. അപ്പൊ അത് അച്ഛന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ നല്ലത്. ഇത് CCC ശരിക്കും പറഞ്ഞ ഒരു, ഞാൻ പലപ്പോഴും CCC ഉദ്ധരിക്കാറുണ്ടെങ്കിലും CCC ഒരു ദ ബുക്ക് എന്ന് പറയരുത്, പകരം സഭയുടെ പ്രബോധനങ്ങളുടെ കളക്ഷനാണത്. അപ്പം നമുക്ക് ഒരു ഈസി റെഫറൻസ് ആണ് നമുക്കത് കിട്ടുന്നത്. ഇപ്പം പല കൗൺസിലുകളുടെ പ്രബോധനങ്ങളിൽ നിന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എല്ലാ കാര്യവും ഉണ്ടാകുമെന്നും വിചാരിക്കരുത്. ഇനി ഇത് പ്രാക്ടിക്കലി ഈ വാക്കുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ആദ്യം ചോദിച്ചത്. ഇനി എവിടെ കിട്ടും എന്നാണ് ചോദിച്ചത്. എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചാൽ സഭയുടെ ഇന്റഗ്രൽ എന്താ പറയാ തിയോളജിക്കൽ ഡോക്ട്രൈനൽ റിച്ച്നെസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന പദങ്ങളാണ് അത്. പ്രത്യേകിച്ച് അത് കൂടുതൽ ഫിലോസഫിക്കൽ ടേംസ് ആണ്. അക്ഷയം, ദീപ്തം, ലഘുത്വം എന്നൊക്കെ പറയുന്നതൊക്കെ അതിന്റെ മലയാള പദങ്ങൾ ആണ്. ഇവയൊക്കെ സ്വർഗീയ സ്വഭാവത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്, അനശ്വരം എന്നാണ് അർത്ഥം. ഈശോ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ ശരീരം അനശ്വരമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് വീണ്ടും എടുത്തു പറഞ്ഞ കാര്യം പോലുമില്ല. പക്ഷെ സഭയുടെ ആദ്യകാല എഫെസസ് കൗൺസിൽ പോലുള്ള കൗൺസിലുകളിൽ തെന്ത്രോസ് ഒക്കെയുള്ള വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പരാമർശങ്ങൾക്കകത്ത്, ഈശോയെക്കുറിച്ച്, ഈശോയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ഒക്കെയുള്ള പരാമർശങ്ങൾക്കകത്ത് ഇത്തരം വാക്കുകൾ നേരിട്ട് ഈ ക്ലാസിക്കൽ ഫിലോസഫിയുടെ പദങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് റെഫറൻസ് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. കൺസിലിയർ ഡോക്യുമെന്റ്സും അതുപോലെ വാസ്റ്റ് ആണല്ലോ. പക്ഷെ ഡോക്യുമെന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സ്തുതിയായിരിക്കട്ടെ. എനിക്കൊരു ചെറിയ സംശയമുള്ളൂ. അതായത് നമ്മള് വിശുദ്ധ കുർബാന എന്താവുന്നു എന്ന് കൂദാശ എന്താന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഒരു ഡെഫിനിഷന് അതെല്ലാം ഒരിടത്ത് കണ്ടു. അത് എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന്റെ ഭോജനമായി അപ്പത്തിന്റെയും ഇതിന്റെയും സാദൃശ്യങ്ങളിൽ നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഉൾക്കൊള്ളുന്ന കൂശ അടക്കിക്കൊള്ളുന്ന കൂദാശയാകുന്നു. മനുഷ്യത്വവും എന്ന് ഒരു സ്ഥലത്ത് കണ്ടു.
അപ്പൊ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും കൂടി ഉൾപ്പെടുന്നതാണോ അല്ലയോ എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി. കൂടുന്നതാണ്. ഇനി അതിന്റെ റെഫറൻസും പറഞ്ഞേക്കാം. CCC 645 നമ്മളിങ്ങനെ വായിക്കും, സർവോപരി താൻ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കാണപ്പെടുന്ന പീഡാസഹനത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്ന ആ ശരീരം പീഡിതവും ക്രൂശിതവുമായ അതേ ശരീരം തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും അവിടുന്ന് അവരെ ക്ഷണിക്കുന്നു. അതായത് തുടർന്ന് അതേസമയം സത്യവും യഥാർത്ഥവുമായ ശരീരം മഹത്വപൂർണമായ ശരീരത്തിന്റെ പുതിയ ഗുണങ്ങളും കൂടെ ഉള്ളതാണ്. അപ്പൊ പഴയ ഗുണങ്ങൾ ഓൾറെഡി ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പുത്രൻ തമ്പുരാന് പിതാവായ ദൈവത്തിന്റെ പേഴ്സണിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളത് അവിടുത്തെ മനുഷ്യാവതാരത്തിന്റെ സ്വഭാവങ്ങളും കൂടെയാണ്. അഥവാ അതിന്റെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ എടുത്തു തൊട്ട് കാണിക്കാനോ പറ്റാത്ത അതിന്റെ ഭാഗങ്ങളും കൂടെ അതിൽ ഈശോയുടെ മഹത്വീകരണ ശരീരത്തിലും ഈശോയിലും ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ മനുഷ്യത്വവും അതിനകത്തുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കും. അതായത് ഹ്യൂമൻ പാർട്ടിക്കിൾസ് എന്നല്ല അർത്ഥം, ഹ്യൂമൻനെസ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരിക്കുന്ന അവിടുത്തെ ശരീരക്തങ്ങളാണ് വിശുദ്ധ കുർബാനയിലുള്ളതെല്ലാം. അതുകൊണ്ട് ഉറപ്പായിട്ടുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, ഞാന് ഒരു ഹിന്ദുവായിട്ടുള്ള യുവാവാണ്. പക്ഷെ 25 വർഷമായിട്ട് ഞാൻ ഈശോയിൽ വിശ്വസിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈശോ, ഞാനൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്ദേശം എനിക്കും ഈശോ തന്നിട്ടുണ്ട്. ഞാൻ ഹിന്ദുവാണെങ്കിലും ഈശോ ഭൂമിയിലേക്ക് വന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തിരുവോസ്തിയിൽ ഈശോ സന്നിഹിതനാണെന്നും ഈശോ എനിക്ക് ബോധ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ അറിയാതെ ഈശോ അല്ലെങ്കിൽ തിരുവോസ്തി എനിക്ക് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചാണ്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിനുശേഷം ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു, അതിനുശേഷം മാനസിക രോഗിയായിരുന്നു. രണ്ടും എനിക്ക് സൗഖ്യപ്പെട്ടു. ഇതെല്ലാം കർത്താവിലുള്ള എൻ്റെ വിശ്വാസം കൊണ്ട് സൗഖ്യപ്പെട്ടതാണ്. അപ്പോ അതിനുശേഷം കുറെ നാള് ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ അതിനുശേഷം ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം എനിക്ക് കിട്ടി. അത് പ്രാവിന്റെ രൂപത്തിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാനത് വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിനെ എന്നെ അഭിഷേകം ചെയ്തെന്ന് ഞാൻ വിശ്വസിച്ചു. അതിന് ഒരു ഹൃദയം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചു, സാധാരണ മനുഷ്യരെ ജലം കൊണ്ടാണല്ലോ സ്നാനം ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനോട് എനിക്ക് നേരിട്ട് ചെയ്തല്ലേ, ഞാനിത് കഴിക്കാൻ യോഗ്യനാണോ എന്നൊരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അടയാളം തരാനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്റെ കരികിലയുടെ രൂപത്തിൽ എന്റെ കയ്യിലേക്ക് ഒരു അടയാളം തരികയും വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അൾത്താരയിലേക്ക് അച്ഛൻ ഞാൻ മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്ക് തിരുവോസ്തി എനിക്ക് നൽകി. അടയാളം തന്നുകൊണ്ടാണ് ഞാൻ അത് സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് ഈശോയുടെ തിരുവോസ്തി മാംസമായിട്ട് കാണാനും ഈശോയുടെ രൂപം വിളക്കിൽ കാണാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈശോ എനിക്കൊരു ബോധ്യം നൽകിയ തിരുവോസ്തിയിൽ ഈശോ ഉണ്ട്, മാംസമായിട്ട് രക്തമാണെന്നൊരു ബോധ്യം എനിക്ക് നൽകിയിട്ടുണ്ട്. മാമോദിസ സ്വീകരിച്ചോ? അന്ന് ഞാൻ സ്വീകരിച്ചു. പക്ഷെ അന്ന് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാമോദിസ സ്വീകരിച്ചിരുന്നോ എന്നാ ചോദിച്ചേ? ഇല്ല, മാമോദിസ സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കാനുള്ള എൻ്റെ ആ ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ എനിക്കൊരു ബോധ്യം വന്നത്, ഇനി ഞാൻ ഈ മാമോദിസ സ്വീകരിക്കണമെന്ന ഉറച്ച ഒരു തീരുമാനം എനിക്ക് എൻ്റെ ഉള്ളില് കർത്താവ് തരുന്നുണ്ട്. അപ്പം ഞാനത് സ്വീകരിക്കേണ്ടതാണല്ലോ. കാരണം ഈശോയെ ശരീരവും മാംസം രക്ഷിച്ചാൽ മാത്രം നിത്യജീവനുള്ളൂ എന്നുള്ള ഒരു ബോധ്യം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ മാമോദിസ സ്വീകരിക്കണമല്ലോ. എനിക്ക് ഇനി വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയില് പോകാറുണ്ട്. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്, കാണാറുണ്ട്. അതായത് അത്താരയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. തിരുവോസ്തി സ്വീകരിക്കില്ല, 2 തവണ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളൂ. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. എങ്കിലും ഞാൻ ഈശോയോട് ചേർന്നാണ് എന്റെ വിശ്വാസവും എന്റെ വളർച്ചയെല്ലാം നടന്നിട്ടുണ്ട്. അതായത് പരിശുദ്ധ മാമോദിസ സ്വീകരിക്കാതെ ആർക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. കാരണം തായ്തണ്ടിനോട് ഒട്ടിച്ചു ചേർന്ന ഒരു ശാഖയിലേക്ക് മാത്രമേ ഇതിലെ ശരീരത്തിൽ ഈ തായ്തണ്ടിന്റെ വളവും ഒക്കെ ഒഴുകുള്ളൂ. അപ്പൊ മാമോദിസയിലാണ് ഈ ഒട്ടിച്ചേർക്കൽ സംഭവിക്കുന്നത്. അപ്പൊ അതുകൂടാതെ ഉള്ള വിശുദ്ധ കുർബാന സ്വീകരണം അർത്ഥപൂർണമേ അല്ല. അതുകൊണ്ട് ദൈവം ഒരിക്കലും അങ്ങനെ സ്വീകരിച്ചോളൂ എന്നൊരു ദർശനം തരില്ല. അത് ദൈവത്തിൽ നിന്നുള്ള ദർശനമല്ല, തീർച്ചയായിട്ടും അല്ല.
അതായത് ഇനി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടക്കുന്നത് സ്ഥൈര്യലേപനം എന്ന് ലത്തീൻ ഭാഷയിൽ തൈലാഭിഷേകം എന്ന് പൗരസ്ത്യ പാരമ്പര്യത്തെ വിളിക്കുന്ന ആ കൂദാശയിലാണ്. അപ്പൊ ആ കൂദാശ കർത്താവ് സ്ഥാപിച്ചതായതുകൊണ്ട് ആ കൂദാശ വഴിയാണ് കർത്താവ് ആ കൂദാശയുടെ ഫലങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ദർശനം സത്യത്തിൽ അത് സ്വീകരിച്ചുള്ളൂ എന്നുള്ള ദർശനമായിരുന്നില്ല. പകരം അത് ഭാവിയിൽ മാമോസ സ്വീകരിക്കണം, സ്ഥൈര്യലേപനം സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദർശനം മാത്രമായിരുന്നു അത്. അതിന്റെ ടൈമിനെ കട്ട് ചെയ്ത് അപ്പൊ തന്നെ പോയി സ്വീകരിച്ചതാണ് അതിനകത്ത് പ്രശ്നം. കാരണം അതിന്റെ അറിവില്ലായ്മ അതിനകത്ത് ബാധകമാണ്. പക്ഷെ പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയുന്നത് മാമോസ സ്വീകരിച്ച് സംസാരിച്ചിട്ടുള്ള വിശുദ്ധീകരിക്കപ്പെട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് നമുക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ, ഇതിപ്പോ പറയണ്ട നമ്മളോട്, ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റും കൂടെയാണ്. അത് ഓർക്കുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. പക്ഷെ ഇതെല്ലാം കൂടെ ഓൾ ടുഗെദർ അത് കർത്താവ് തരുന്ന ഒരു ഇൻവിറ്റേഷനാണ്. അതായത് പ്രോപ്പറായ വിധത്തിൽ പരിശുദ്ധ മാമോസ സ്വീകരിച്ച് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന് വിശുദ്ധ കുർബാന വഴി അവിടുത്തെ കൂട്ടായ്മയിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള ഇൻവിറ്റേഷനാണത് എന്നാണ് അതിനെക്കുറിച്ച് ഓർക്കേണ്ടത്. അച്ഛാ, ഞാൻ ചോദിക്കണത്, ഈശോ നമുക്ക് സഹനങ്ങൾ തരുന്നുണ്ടല്ലോ, അത് ഈശോ അനുവദിച്ച സഹനങ്ങളാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയണേ? ഒന്നാമത്തെ കാര്യം, ഈശോ വെറുതെ ആർക്കും സഹനങ്ങൾ കൊടുക്കുന്നില്ല. ഇച്ചിരി സഹനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം ഒരാൾക്ക് വേണമെങ്കിൽ രണ്ട് വിധത്തിൽ, ഒന്ന്, തനിക്കുണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിന്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാം. രണ്ട്, കർത്താവെ അവിടുത്തെ സഹനങ്ങളിൽ എന്നെയും പങ്കാളിയാക്കണമേ എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കാം. കർത്താവ് ഒരാളെ പിടിച്ചിട്ട് ചുമ്മാ പോണ ഒരാളെ പിടിച്ച് ഇച്ചിരി സഹനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് കർത്താവ് തരുന്ന സഹനമാണ്. ഈ രണ്ട് സാധ്യതകളുള്ളത്. ഒന്ന്, നമുക്കുണ്ടാകുന്ന സ്വാഭാവിക സഹനങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കുകയും ഈശോയിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. രണ്ടാമത്തേത്, കർത്താവെ എന്നെയും സഹനത്തിൽ പങ്കാളിയാക്കണമേ, എനിക്കും അങ്ങയോടൊത്ത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് യാചിച്ച് മേടിക്കുന്ന സാധ്യതയുണ്ട്. ഈ രണ്ട് സാധ്യതകളാണുള്ളത്. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് കിട്ടിയ സഹനമല്ല എന്ന് ഉറപ്പായിട്ടും വിചാരിക്കാം. ഇനി രണ്ടാമത്തേത്, ഒരു സഹനത്തെ നമുക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെ സഹനം ഉണ്ടാകട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുകയോ ചെയ്യുന്നു. അപ്പൊ പലതരം സഹനങ്ങൾ ഉണ്ടാകുന്നു. ഈ സഹനത്തിൽ ഏതാണ് ശരിക്കുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അതിന്റെ ഒരു മാനദണ്ഡം, എല്ലാ ഇങ്ങനത്തെ പരീക്ഷണങ്ങളുടെയും ടൂൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. കർത്താവ് തന്നെ പറയുന്ന പ്രിൻസിപ്പിളാണിത്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാൻ പറ്റും. നീ ആ സഹനം ഏറ്റെടുത്തുകൊണ്ട് എന്ത് ഫലമുണ്ടായി? ഒന്ന്, അതായത് നന്മയുടെ ഫലങ്ങൾ. നിനക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? നീ കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? നിനക്ക് ഈ ഭൂമിയിലുള്ളവയേക്കാൾ വലുതായി ദൈവിക കാര്യങ്ങളെ കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവിക സഹനമാണ്. ദൈവം ആഗ്രഹിക്കുന്ന നൽകുന്ന സഹനമാണ്. ഇനി രണ്ടാമത്തെ ഏരിയ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നന്മയുണ്ടാകുന്നു, അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഒരുപക്ഷെ ദൃശ്യമായിട്ടല്ലെങ്കിൽ പോലും ചിലപ്പോൾ അദൃശ്യമായ നന്മകൾ ഉണ്ടാവാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരമ്മ പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു, മോനിക്ക പുണ്യവതി, വിശുദ്ധ അഗസ്തീനോസ് ഉണ്ടാകുന്നു. ആ സഹനം രക്ഷാകരമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈ സഹനങ്ങൾ ജസ്റ്റ് സഫറിങ് ആണോ അൺജസ്റ്റ് സഫറിങ് ആണോ എന്ന് പരിശോധിക്കണം. ഇവിടുത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ജസ്റ്റ് സഫറിങ് ആൻഡ് അൺജസ്റ്റ് സഫറിങ്. നീതിപൂർവമായ സഹനവും അനീതി സഹനവും. നീതിപൂർവമായ സഹനമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അനീതിപൂർവമായ സഹനമാണെങ്കിൽ ദൈവത്തിൽ നിന്നാണ്. അൺജസ്റ്റ് സഫറിങ് എന്താണ് ഇതിന്റെ അർത്ഥം? ഉദാഹരണത്തിന്, നമ്മൾ പോയിട്ട് നമ്മുടെ അമ്മായിമ്മയ്ക്ക് 2 ഇടി വെച്ചു കൊടുത്തു. അമ്മായിമ്മ കയ്യിൽ കിട്ടിയ ചിരവയെടുത്ത് തിരിച്ചോർന്ന് തരികയും നമുക്ക് കഞ്ഞി പോലും തരാതിരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ പട്ടിണിയും ആ ദുഷ്ടയായ അമ്മായിയമ്മയുടെ ചിരവ വെച്ചുള്ള തല്ലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി കാഴ്ചവെക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം അത് ന്യായമായും കിട്ടേണ്ടതാണ്. അത് നമ്മൾ ചെയ്ത ഒരു തെറ്റിന്റെ ഭാഗമായിട്ടോ, അതായത് ഒരു തിന്മയുടെ ഫലമായി ഉണ്ടാകുന്ന സഹനമോ ചെയ്ത തെറ്റിന്റെ ഫലമായി ഉണ്ടാകുന്നതോ അനാവശ്യമായി നമ്മൾ വരുത്തി വെക്കുന്നതോ ഒക്കെ രക്ഷാകരമൊന്നും ആവണമെന്നില്ല. അതിനെയാണ് ജസ്റ്റ് സഫറിങ് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടും കിട്ടേണ്ടതാണ് എന്നാണ് എൻ്റെ അർത്ഥം. അൺജസ്റ്റ് സഫറിങ് എന്ന് പറഞ്ഞാൽ നീതിരഹിതമായി ഉണ്ടാകുന്ന സഫറിങ്. ഞാൻ നന്മ ചെയ്തു, പക്ഷെ എനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ഒത്തിരി നന്മ ചെയ്തു, ആളുകളെ വളർത്താൻ ശ്രമിച്ചു,
പക്ഷെ എനിക്കുണ്ടായതല്ല ആ സഹനമാണ്. അങ്ങനെയാണെങ്കിൽ ആ സഹനത്തിന് രക്ഷാകര മൂല്യമുണ്ട്. കാരണം ഈശോയുടെ സഹനം അങ്ങനത്തേതാണ്. ഈശോ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെയോ മോശം പ്രവൃത്തിയുടെയോ ഫലമായിട്ട് ഈശോയെ കിട്ടിയതല്ല ഈശോയുടെ സഹനം. പകരം അവിടുന്ന് പരിശുദ്ധനായിരുന്നു കൊണ്ട് അവിടുന്ന് അർഹിക്കാത്ത സഹനം അവിടുന്ന് ഏറ്റെടുത്തതാണ്. ആ സഹനമാണ് രക്ഷാകരമാവുക. അപ്പൊ അങ്ങനെയൊക്കെയാണോന്ന് പരിശോധിച്ചാൽ ഇത് ഈശോയിൽ നിന്നാണോ ദൈവികമാണോ എന്നറിയാൻ പറ്റും. ഗുഡ് ഈവനിങ് ഫാദർ. രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ക്ലാരിഫിക്കേഷൻ ആണ്. പരിശുദ്ധ കുർബാനയില് ഈശോയുടെ ഗ്ലോറിയസ് ബോഡി ആയിട്ടാണ് മാറുന്നതെന്ന് ആദ്യം അച്ഛൻ പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഈശോയുടെ ഈ ലോകത്ത് ജീവിക്കേണ്ടി വന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഓൾസോ അത് ഈ കോൺസെൻട്രേറ്റഡ് ബ്രെഡിലുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ. രണ്ടാമത്തെ പറയാം. അവിടുത്തെ ഭൗമിക ശരീരം തന്നെ ആണ് സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടത്. ആ രൂപാന്തരപ്പെട്ട ശരീരമാണ് വിശുദ്ധ കുർബാനയാകുന്നത്. ആ അർത്ഥത്തിൽ, അതായത് ഗോതമ്പ് ചെടിയായി മാറുന്നു, ആ ചെടിയാണ് അപ്പമായി മാറിയത്. അപ്പൊ സത്യത്തിൽ അപ്പത്തിനകത്ത് ഗോതമ്പ് ചെടിയുടെ ഭാഗങ്ങളും ഉണ്ട്, അതിന്റെ വിത്തായിരുന്ന ഗോതമ്പിന്റെ ഭാഗവുമുണ്ട് എന്ന് പറയാവുന്നത് പോലത്തെ ഒരു പറച്ചിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ട്രാൻസ്ഫിഗർ ചെയ്യപ്പെട്ടു. ഇപ്പൊ ഉദാഹരണം തിരിച്ചു പറയാം. ഇപ്പൊ അതായത് ഗോതമ്പ് ചെടി ഞാൻ തിന്നുന്നു എന്ന് വിചാരിക്കുക. സത്യത്തിൽ ആ ഗോതമ്പ് ചെടിയാണോ തിന്നത്? ആ ഗോതമ്പ് ചെടിയെ ജനിപ്പിച്ച മണിയെ കൂടെ തിന്നോ എന്ന് ചോദിച്ചാൽ തിന്നു എന്നാണ് അതിന്റെ ഉത്തരം. പക്ഷെ ആ രൂപത്തിലല്ല എന്ന് മാത്രം. അപ്പോ ഭൗമിക ശരീരത്തെ ആ രൂപത്തിലല്ല, സ്വർഗീയ രൂപത്തിലാണ് ട്രാൻസ്ഫിഗർ ചെയ്യപ്പെട്ടിട്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, അതായത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സമയത്ത് ഈ കോൺസെൻട്രേറ്റഡ് ബ്രെഡ് ഫ്ലഷ് ആയിട്ട് മാറി, അത് വർഷങ്ങൾക്ക് ശേഷവും അത് ലിവിങ് ടിഷ്യൂയോട് കൂടി ഇന്നും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് ബ്രെഡ് കുറച്ച് കാലം കഴിഞ്ഞ് പഴകി കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നു. അപ്പൊ നമ്മളത് എങ്ങനെയാ മനസ്സിലാക്കുക? കോൺസെൻട്രേറ്റഡ് അത് ഞാൻ പറഞ്ഞു. അതായത് ഇത് റെയർ മൈനർ മിറക്കിൾസ് ആണ് ഇതിന്റെ ആക്സിഡൻസിന്റെ മേൽ സംഭവിക്കുന്നത്. അതായത് അതിന്റെ രൂപത്തിലും ബ്ലഡ് പാർട്ടിക്കിൾസിലും സംഭവിക്കുന്ന മൈനർ മിറക്കിൾസ് ആണ്. അതുകൊണ്ട് അത് ലിവിങ് ടിഷ്യൂ ആയിട്ട് ഇരുന്നില്ലേലും ഒക്കെ അത് ഈശോയാണല്ലോ. അത് അത്രയും വലിയ കാര്യമല്ലല്ലോ. ഈ 8-9 വർഷമായിട്ട് അത് ലിവിങ് ടിഷ്യൂ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് വലിയ അത്ഭുതമൊന്നുമല്ല. അതിനേക്കാൾ വലുതാണ് ഈശോയായി മാറുന്ന അത്ഭുതം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ചോദിച്ചത് കോൺസെൻട്രേറ്റഡ് ബ്രെഡ് നമ്മൾ വളരെയധികം നാളുകൾ വെക്കത്തില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് ഫിനിഷ് ചെയ്യുമല്ലോ. അപ്പൊ അത് പഴയ കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നു. ഇനി രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്നാമത്, വിശുദ്ധ കുർബാന സക്രാരിയിൽ സൂക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതല്ല. വിശുദ്ധ കുർബാന അത് കമ്മ്യൂണിയൻ സ്വീകരിക്കാനുള്ളതാണ്, കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്, ഒപ്പം തിരുപ്പാതയുമായിട്ടൊക്കെ രോഗികൾക്ക് കൊടുക്കാനൊക്കെ മാത്രമായി സൂക്ഷിക്കപ്പെടുന്നതുമാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പൂത്തൊന്നും പോകുന്ന പോലെ സൂക്ഷിച്ചു വെക്കരുത് എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയാത്തതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് കരുതാം. ഉദാഹരണത്തിന് ഞാൻ ഒരു വളരെ സ്ട്രേഞ്ച് എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന്, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അച്ഛനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പം ഒരാൾ ഒരു സ്ട്രേഞ്ച് എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ്. ഒരാൾ കുർബാന സ്വീകരിക്കാൻ വന്നു, ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് വന്നത്. അപ്പൊ അച്ഛനെ കൊടുക്കുന്ന വഴി അച്ഛന്റെ കയ്യിൽ നിന്ന് ഇയാൾ കൃത്യമായി സ്വീകരിക്കാത്തതുകൊണ്ട് മറ്റേ ആളുടെ കയ്യിലേക്ക് വീണു. ആ മനുഷ്യന്റെ കയ്യിൽ സൈനൈഡ് പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുക. ഉദാഹരണമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി പറയുന്നതാണ്. സൈനൈഡ് പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുക. ആ പറ്റിയിരുന്ന സൈനൈഡിലേക്കാണ് ഇത് വീണത്. ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളേണ്ടതില്ല. കാരണം അത് ഭക്ഷ്യയോഗ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഈശോയുടെ സാന്നിധ്യം കർത്താവ് തന്നെ അതിൽ നിന്ന് എടുത്തു മാറ്റും. കാരണം ഇത് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ശരീരമാണ്. അപ്പൊ അതുകൊണ്ട് അത് അവിടുത്തെ ശരീരത്തിന്റെ ആ സ്വഭാവത്തിൽ നിന്ന് കർത്താവ് അതിനെ മാറ്റും എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. 1377 CCC 1377 ഇങ്ങനെ നമ്മൾ വായിക്കും: ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈശോയുടെ സാന്നിധ്യം അതിൽ തുടരുകയും ചെയ്യുന്നു. അതായത് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അത് പോയിസണസ് ആയി മാറുമ്പോൾ ആ ദിവ്യകാരുണ്യ സാദൃശ്യം നിലനിൽക്കാത്തത് കൊണ്ട് അത് ഈശോയുടെ ശരീരമായി തുടരുന്നില്ല എന്ന് മനസ്സിലാക്കിയാലും കുഴപ്പമില്ല.
ഇത് ചെറിയ ചെറിയ ഇച്ചിരി പഴയതായി, എന്നാ പിന്നെ ഇതുകൊണ്ട് കളഞ്ഞേക്കാം എന്ന മട്ടിൽ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ലതാണ്. അതായത് ഒരു ആഴ്ചയിൽ ഒരിക്കലും കുർബാനയുള്ളൂ, മഴക്കാലമായിരുന്നു, അപ്പൊ ഇച്ചിരി കേടായ പോലെ തോന്നും, എന്നാൽ അത് കളഞ്ഞാൽ അടുത്ത വരുന്ന വെച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും അതിനെക്കുറിച്ച് ഓർക്കണം. സ്കാൻഡലസ് ആകരുത്, പബ്ലിക് സ്കാൻഡൽ ഉണ്ടാക്കരുത്, സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം, കേസ് ടു കേസ് സെപ്പറേറ്റ് ആയിട്ട് വേണം കണക്കാക്കാൻ. ഇങ്ങനെ വേണം. അച്ഛാ ഈശംശയിക്കട്ടെ. അച്ഛാ, എന്റെ ഒരു ക്വസ്റ്റ്യന് ഇപ്പം എറണാകുളത്ത് മടവനെ നടന്ന അത്ഭുതം ബേസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം യൂട്യൂബിലൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പരിശുദ്ധ കുർബാന പിന്നെ കൈകളിൽ സ്വീകരിക്കുന്നത് തെറ്റാണ്, നാവിലെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ്. അപ്പൊ എനിക്കും ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനോട് ഇത് ചോദിക്കുന്നത്. അപ്പൊ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും കയ്യിലാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നാവിൽ സ്വീകരിച്ചില്ലെങ്കിൽ തെറ്റുണ്ടോ എന്നെനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു ഇത്രയും നാളും. എന്നാലും ഞാൻ കൈകളിൽ സ്വീകരിക്കും, ചിലപ്പോൾ നാവിൽ സ്വീകരിക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് സഹോദരങ്ങള് അവര് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പിന്നെ വാദിച്ച് സംസാരിച്ചു. അതായത് ഒരു കാരണവശാലും കയ്യിൽ സ്വീകരിക്കാൻ പാടില്ല, നാവിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് വാശി പിടിച്ച് ഇങ്ങനെ പറഞ്ഞു. അവര് ആ വ്യക്തികള് ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞ സമയത്ത് നാവിൽ കൊടുക്കാത്ത സ്വന്തം ഇടവക ദേവാലയത്തിൽ നിന്ന് വേറെ ദേവാലയത്തിൽ പോയി കൈകളിൽ കൊടുക്കുന്ന ദേവാലയത്തിൽ പോയി സ്വീകരിച്ചൊക്കെ അനുഭവം എനിക്കറിയാം, അങ്ങനെ കുറെ ആൾക്കാരെ. അപ്പം അന്ന് മുതൽ എനിക്കും ഡൗട്ട് ഉണ്ട്, ഈശോയെ ഞാൻ എങ്ങനെ സ്വീകരിക്കേണ്ടത് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്, തിരുസഭ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ആദിമകാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിലൊക്കെ കരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് ആ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ പലരും അഭിപ്രായപ്പെടുകയും അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, തിരുസഭ നമുക്ക് അനുവദിച്ചിട്ടുള്ള വിധത്തിൽ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു തടസ്സമില്ല. എന്ന് പറഞ്ഞാൽ കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ട്. അങ്ങനെ അനുവദിച്ചിട്ടുണ്ടായിരിക്കെ കരങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, നിയമപരമായിട്ട് ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത കാര്യം മറ്റൊരു മേഖലയാണ്, എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ആദരവോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നത്? അത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാവുന്ന ഇങ്ങനെയാണ്. മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി നാവിൽ സ്വീകരിക്കുന്നതാണ് ആദരവിന്റെ ഒരു രൂപമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യം, വേറൊരാൾക്ക് ആദരവ് വേറെ രൂപത്തിലാണെന്ന് പറഞ്ഞാലും ബാഹ്യമായി നോക്കുമ്പോൾ അത് വളരെ ആദരവാണ്. ഇനി അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അതായത് വിശുദ്ധ കുർബാന ഉദ്ധിത ശരീരമായതുകൊണ്ട് ഉദ്ധിതന്റെ അടയാളമായി എഴുന്നേറ്റ് നിന്ന് കുർബാന സ്വീകരിക്കുന്നതാണ് കുറച്ചുകൂടെ ശരി എന്ന് പെടാനുള്ള അവകാശവും സാധ്യതകളും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഏറ്റവും ആദരവോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാമെന്നാണ്. ഇനി കരങ്ങൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം വിശുദ്ധ കുർബാനയുടെ പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്ന വിശുദ്ധ കുർബാനയൊന്നും സൈഡുകൾ ഫിനിഷ് ചെയ്തതല്ല. അത് യൂറോപ്പിലൊക്കെ അങ്ങനെ ഫിനിഷ്ഡ് ആണ്, അതിന് പാർട്ടിക്കിൾസ് ഉണ്ടാവത്തില്ല, അടർന്നു വീഴുന്ന പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. അതും ഇത് ഒത്തിരിയുണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു പക്ഷേ കാണാൻ പോലും പറ്റാത്ത പോലത്തെ പാർട്ടിക്കിൾസ് നമ്മുടെ കയ്യെ പറ്റിയിരിക്കും. നമ്മളത് കാണുന്നില്ല. പല ആളുകൾക്ക് വേണ്ടത് കാഴ്ചകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന വഴിക്ക് അത് ചാടി പറന്നു പോകും. ഇപ്പോൾ കമ്മ്യൂൺ പ്ലേറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ എടുത്തു, ആളിങ്ങനെ കുർബാന സ്വീകരിച്ചു, കുഞ്ഞി തരികൾ അവിടെ ഉണ്ടായിരുന്നു, അത് പൊടി തട്ടിയ പോലെ താഴ്ത്തോട്ട് കിടക്കുന്നു, പിന്നാലെ വരുന്നവർ അതിന്മേൽ കയറി ചവിട്ടാൻ ഇട വരുന്നു. ഇത് അങ്ങനെ സംഭവിച്ചാൽ ഒരു ധാർമ്മികമായ കുറ്റം നമുക്കുണ്ട്. ചുമ്മാ സ്ക്രൂപ്ലസ് ആയിട്ട് ഇതിനെക്കുറിച്ച് കരുതണം എന്നല്ല പറഞ്ഞു വരുന്നത്. പകരം നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടിടത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കാം. നമുക്ക് മനുഷ്യമായിട്ട് കൊടുക്കാമെന്ന് പരിധിയുണ്ട്, അല്ലെ? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ കൊടുക്കാവുന്നിടത്തോളം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ അവഹേളിക്കപ്പെടാവുന്ന അവസരങ്ങളെ ഒഴിവാക്കാൻ നാവിൽ തന്നെ കൊടുക്കുന്നതാണ് ഉചിതമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ശക്തമായ അഭിപ്രായം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലത്തെ സൈറ്റൻ വർഷിപ്പുകാരുടെ വിശുദ്ധ കുർബാന മോഷണങ്ങൾ പോലത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ നാവിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി ചില കേസുകളിലൊക്കെ ചില അച്ഛന്മാർ പ്രായമായി കഴിയുമ്പോൾ കൈയൊക്കെ വല്ലാതെ വിറയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റാണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ വിശുദ്ധ കുർബാന കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ ദേ ഷുഡ് ബി ട്രെയിൻഡ്. അവിടുത്തെ ആളുകൾ അത് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കാനും അതിന്റെ പാർട്ടിക്കിൾസ് നഷ്ടപ്പെടുത്താതെ സ്വീകരിക്കാനും ഒക്കെ ട്രെയിൻഡ് ആകുന്ന ഒരു അവസരത്തിൽ അത് ചെയ്യുന്നതിനും കുഴപ്പമൊന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ടതില്ല.
അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ശരീരം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന മഹത്വീകരിച്ച ശരീരത്തെ പറ്റിയാണ് എൻ്റെ ചോദ്യം. മാതാവിൽ നിന്നല്ലേ ഈ ശരീരം ആദ്യം പൂർണ്ണമായിട്ടും യേശുക്രിസ്തു മനുഷ്യാവതാരത്തിൽ സ്വീകരിച്ചത്? അതാണ് എൻ്റെ കൺഫർമേഷൻ ആവശ്യമുള്ള കാര്യം. രണ്ടാമത്, മഹത്വീകരിച്ച് ഉത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണപ്പെട്ട യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോഴും ഈ മാനുഷിക ശരീരത്തോടു കൂടിയാണോ, മഹത്വീകരിച്ച മാനുഷിക ശരീരമാണോ അതെയോ സ്വർഗീയ ശരീരമാണോ എന്നാണ് അറിയേണ്ടത്. ആദ്യത്തെ ശരിയാണ്. മാതാവിൽ നിന്നാണ് ഈശോ ശരീരം സ്വീകരിക്കുന്നത്, ശരീരം സ്വീകരിക്കുന്നത് ആ കൃത്യമായ ആ അർത്ഥത്തിൽ. അതായത് ആകാശത്ത് ഇങ്ങനെ വന്ന് വീഴുകയായിരുന്നില്ല. മാതാവിന്റെ ഉദരത്തിൽ ശിശുവായി ജനിച്ച് ഉദരത്തിൽ വളർന്ന് മാതാവിനോട് പുക്കിൽ കൂടി ബന്ധത്തിലായിരുന്ന് അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതെ. ഇനി ഉത്ഥാനം ചെയ്യുന്ന ഈശോ സെയിം ഈശോ തന്നെയാണ്. പക്ഷെ ഈ ശരീരം ഇല്ലാതാവുകയും ആ ശരീരം മറ്റൊരു ശരീരമായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇവിടെയാണ് ഈശോ പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലും അത് അനേകം വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തന്റെ ശരീരം അഴുകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു, ഇല്ലാതാകുന്നു. ഒരു ഗോതമ്പ് മണി ഇല്ലാതായി ചെടി ഉണ്ടാകുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ തീർത്തും ഇല്ലാതായി പോവുകയല്ല, അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ ഇത്ര നേരം പറയുന്നത് ട്രാൻസ്ഫിഗറേഷൻ. ഇനി സ്വർഗത്തിലുള്ള ഈശോയുടെ സ്വർഗീയ ശരീരത്തിന് ഈ ഭൗമിക ശരീരത്തിന്റെ ഗുണങ്ങളും കൂടിയുണ്ട്. ഏത് തരത്തിലുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് ഫിസിക്സിന്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. കാരണം വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഹെവൻലി റിയാലിറ്റീസ്, സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശരീരത്തിന്റെ പാർട്ടിക്കിൾസ് ആണോ, ഈ ശരീരത്തിന്റെ എന്തെങ്കിലും ഷേപ്പ് ആണോ എന്നൊന്നും ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. പകരം ഈ ശരീരത്തിന്റെ നന്മകളെന്നോ ഗുണങ്ങളെന്നോ അവയുടെ ഭാവങ്ങളെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ശരീരം തന്നെ രൂപാന്തരപ്പെട്ട ആ ശരീരമായി മാറുന്നു എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് അച്ചു. അച്ചു, രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധ കുർബാനയുടെ സംശയമാണ്. അതായത് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ മാരകപാപം ഇല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാന്നാണ് എൻ്റെ അറിവ്. അപ്പം നമ്മൾ മാരകപാപം ചെയ്തില്ലേലും നമ്മൾ പാപത്തിൽ തന്നെയല്ല അച്ഛ. അപ്പൊ അത് ശരിയാണോ സ്വീകരിക്കുന്നത്? അതിൽ എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അച്ഛനായൊന്ന് ക്ലാരിഫൈ ചെയ്തു തരൂ. മാരക പാപം എന്ന് പറഞ്ഞാൽ അത് പാപത്തിന്റെ പേരിലല്ല നിൽക്കുന്നത്. അതായത് കൊല്ലുന്നത് മാരകപാപം, ഇത് ചോട്ടാപാപം, അങ്ങനെയില്ല. മാരക പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിന്നെ വിച്ഛേദിക്കുന്ന പാപാവസ്ഥ എന്നാണ് അർത്ഥം. എല്ലാ പാപവും നമ്മളെ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കും. എന്നാൽ അതിനകത്ത് ചിലരുടെ അറിവിന്റെ കുറവ് കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ തന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതി കൊണ്ടുണ്ടാകുന്ന തിന്മകളുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ആൾക്ക് അതിനോത്ര ഒരു പാപത്തെ മാരകപാപമാക്കുന്നത് എന്തൊക്കെയാണ്? അയാളുടെ അറിവും ബോധവും ഒക്കെയാണ്. ഇപ്പൊ ഒരു കുഞ്ഞു കൊച്ച് തന്റെ അറിവില്ലായ്മയിൽ നിന്ന് ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തി തന്നെ വൈദികനാകുന്ന ഞാൻ ചെയ്യുമ്പം അതെനിക്കും മാരകപാപമാകാം, കൊച്ചിന് ചിലപ്പം ചെറിയ പാപമാകാം. അപ്പൊ അവന്റെ മാരകപാപം എന്ന് പറയുന്നത് വ്യക്തികളെയും സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്നതാണ്, ഞാൻ am I detached from God? ദൈവത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് ആ ഭക്ഷണം സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെ? ഒരു കൊമ്പ് ആ ചെടിയിൽ നിന്ന് മുറിച്ച് മാറി നിൽക്കുന്ന അവസ്ഥയിൽ അതിന് എന്തൊക്കെ ചെയ്താൽ അത് ഇരുട്ട് വരില്ല. അതുകൊണ്ടാണ് മാരകപാപാവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയുന്നത്. കാരണം കടന്നു വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അവഹേളിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല എന്നാണ് എൻ്റെ കാര്യം. ഇനി അതുകൊണ്ട് ഏത് മാരകപാപം എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും. അത് ഓരോരുത്തരുടെയും വിശുദ്ധിയുടെ അളവിനെയും ആ പാപത്തെക്കുറിച്ചുള്ള ആളുടെ തിരിച്ചറിവിനെയും ആ പാപത്തിൽ തന്നെ തുടരാനുള്ള തീരുമാനമുണ്ടോ, മനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നോ, തൊട്ടടുത്ത അവസരത്തിൽ തന്നെ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നോ, പശ്ചാത്താപത്തിലൂടെ കടന്നു പോവുകയാണോ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് സ്വീകരിക്കാനുള്ള സമയം നിലനിൽക്കുന്നുണ്ടോ, അത് കുമ്പസാരിക്കാൻ ചെന്നിട്ടും പറ്റാതെ പോയതാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി കാര്യങ്ങളുടെ പുറത്തെ നമുക്കിതൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം ഓർക്കുക, മാരകപാപാവസ്ഥയിൽ ദൈവത്തിൽ നിന്നുള്ള കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റിന്റെ അവസ്ഥയിലാണെങ്കിൽ ആ വിശുദ്ധ കുർബാന സ്വീകരണം നമുക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്നാണ് നമ്മളോട് പറയുകയും ഓർക്കുകയും ചെയ്യേണ്ടത്. മാത്രമല്ല, അശുദ്ധമായ ഒരു ഹൃദയത്തിലേക്ക് പരിശുദ്ധി തന്നെയായ കർത്താവിനെ വിളിച്ചു വരുത്തുകയും ചെയ്യരുത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ലാസ്സുകൾ കേട്ടു. ഇന്ന് ആദ്യമായിട്ടായിരുന്നു. ഇന്നത്തെ എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംശയമല്ല, ഒരു ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഇസ്രായേലിലാണുള്ളത്. അപ്പം ഇവിടുത്തെ ഒരു സാഹചര്യത്തില് നമ്മുടെ കാൽവരിപ്പള്ളിയില് എല്ലാ ദിവസവും രാവിലെ ഒരു 5:30 മുതൽ ഓരോ അരമണിക്കൂറിൽ കുർബാനയുണ്ട്.
അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പല നമ്മുടെ മലയാളത്തിലുണ്ടാവും ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ അതർ ലാംഗ്വേജസ്, ഹിബ്രു അല്ലെങ്കിൽ ലാറ്റിന്, ഇംഗ്ലീഷ്, പല ലാംഗ്വേജസ് ഉണ്ടാവും. അപ്പം ചിലര് വന്നിച്ച് ഇപ്പൊ ഇംഗ്ലീഷിലും കൂടും, മലയാളം ഉണ്ട് അതിലും കൂടും. അപ്പൊ ഇവിടെയൊക്കെ കുർബാന സ്വീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ചെറിയ അറിവിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഇല്ല, നമുക്ക് ഡെയിലി ഒരു കുർബാനയില് ഒരു വിശുദ്ധ കുർബാന സ്വീകരണേ പാടുള്ളൂ. അപ്പൊ അതിനൊരു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാവോ? കാരണം ഒരുപാട് വിശുദ്ധ കുർബാന ഞാൻ നേരത്തെ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. വിശുദ്ധ കുർബാന ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തെ സ്വീകരണം സഫിഷ്യന്റ് ആണ് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതായത് ഒരാളുടെ അന്നത്തെ ആത്മീയ ജീവിതത്തിന്, വളർച്ചയ്ക്ക്, പരിപോഷണത്തിന് ഒരു വിശുദ്ധ കുർബാന സ്വീകരണം മതി. അത് ധാരാളമാണ്, അത് പൂർണ്ണമാണ്. പൂർണ്ണമായിരിക്കെ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, അത് തന്നെ സഫിഷ്യന്റ് ആണ്, പൂർണ്ണമായിരിക്കെ. ഇനി സഭ എന്തുകൊണ്ടാണ് ഒന്നും നിജപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പറഞ്ഞ ഒരു ചരിത്രപരമായ ചെറിയ കാരണം കൂടെയുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈശോയോടുള്ള ഐക്യമാണ്, അത് വലിയ കാര്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് പണ്ട് കാലത്ത് ഒത്തിരി ഭക്തരായ ചില ആളുകൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ അതേ പ്രദേശത്തൊക്കെ ഇങ്ങനെ അടുത്തടുത്ത ദേവാലയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു കുർബാന സ്വീകരിക്കും, എന്നിട്ട് കുർബാന സ്വീകരണത്തിന് ഓടിക്കയറും, കുർബാന സ്വീകരിച്ചിട്ട് അടുത്ത പള്ളിയിലേക്ക് ഓടും. അപ്പൊ അവിടെ കൃത്യം ഇവർക്ക് അറിയാം ഈ അവിടെ ചെന്നാൽ ഇപ്പൊ കുർബാന സ്വീകരിക്കുക അവിടെ. അപ്പൊ ഞായറാഴ്ച മുഴുവൻ ഇങ്ങനെ പല സ്ഥലത്തോടെ കുർബാന സ്വീകരിച്ച് നടക്കുന്ന ചില ഭക്താത്മാക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തിരുസഭ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഒരു പ്രാവശ്യം മറ്റൊരു സ്ഥലത്ത് പോയി കുർബാന സ്വീകരിച്ചാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് എക്സെപ്ഷൻ ഇല്ലെന്ന് ചോദിച്ചാൽ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ഏതാണ്? ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ ഇൻസിഡൻസ് വരുന്നു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ കുർബാന പള്ളിയിൽ പോയായിരുന്നു, അത് കഴിഞ്ഞിട്ട് ആളുടെ വിവാഹമാണ്, അല്ലെങ്കിൽ വിവാഹ ജൂബിലിയാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആഘോഷാവസരമാണ്. അപ്പൊ ആ സമയത്ത് സാഘോഷമായ രണ്ടാമത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടി വരുന്നു. ഉറപ്പായിട്ടും ആവശ്യമെങ്കിൽ, വേണമെങ്കിൽ ഒന്നുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. പക്ഷെ മൂന്നാമത് അനുവദിച്ചിട്ടേ ഇല്ല. എന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അച്ഛൻ ഇപ്പം രണ്ടാമത്തെ കുർബാന ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുക, ഒരു പട്ടം കൂടാൻ പോകാനുണ്ട്, പക്ഷെ പട്ടത്തിന്റെ കുർബാന കൂടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ എല്ലാവരും കൂടി പോകുമ്പം അവിടെ ഒരു പ്രൈവറ്റ് മാസ് ഉണ്ടായിരുന്നു, അപ്പൊ ആ കുർബാനയിലും കൂടി. അതിന് പോയിട്ട് പട്ടം കൂടുവാണ്. പട്ടം കൂടുമ്പോൾ ഭയങ്കര ആഗ്രഹം, കർത്താവ് ഈ പട്ടത്തിന്റെ പൂർണ്ണതയ്ക്ക് പങ്കാളിത്തത്തിൽ എനിക്കും കൂടെ വിശുദ്ധ കുർബാന ചെയ്യണം, ഉറപ്പായിട്ട് സ്വീകരിക്കാം, കുഴപ്പമില്ല. പക്ഷെ മൂന്നാമത് വീണ്ടും ചെയ്തുകൂടാ. എന്നാൽ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അർപ്പിക്കുന്ന എല്ലാ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ശരിയായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അഭിനന്ദനെയും അറിയിക്കുന്നതാണ്. അപ്പൊ അതോടുകൂടി ഒരു 2 ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഒന്ന്, ഈ വിശുദ്ധ കുർബാന കമ്മ്യൂണിയൻ എന്ന വാക്ക് ഉപയോഗിച്ച് ദൈവവും മനുഷ്യനും കൂടെ യേശുവും കൂടെ ഒരുമിച്ചാകുന്നു, ത്രിത്വവും, അല്ലെങ്കിൽ ആ ഒരുമിച്ച് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഒരു ട്രെൻഡ്, ഞാൻ ഉപയോഗിക്കുന്ന വാക്കെത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ട്രെൻഡ് എന്ന് പറയുന്നത്, അപ്പൊ അച്ഛൻ ഒരു കാര്യം അതിനു മുമ്പ് പറഞ്ഞു, വിശുദ്ധ കുർബാനകൾ സൂക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല. ഇൻ കേസ് അത് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സഭയിൽ സൂക്ഷിച്ചു വന്നത്, അല്ലെങ്കിൽ അത് ഭക്ഷിക്കേണ്ട, ആ ഒരു അഭിപ്രായത്തോട് എനിക്കും ഭയങ്കര കൺവിൻസ് ആയി. പക്ഷെ ഇന്ന് ഒരു ഈവൻ ധ്യാനങ്ങളുടെയൊക്കെ ഒരു ഇതിൽ വന്നിട്ട് ഒരു ട്രെൻഡ് ഇപ്പോൾ ഈ വാഹനങ്ങളിൽ പോലും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചോണ്ട് ടൗൺ ചുറ്റുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ആരാധന, ഈ പരസ്യ ആരാധന ഒത്തിരി ഹൈലൈറ്റ് ചെയ്യപ്പെടുക. ഞാനത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഉള്ളിൽ വരുന്ന ഈശോയും മനുഷ്യനും കൂടെ ഒന്നിച്ച് യേശു ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുവനിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പഠിപ്പിക്കുന്നത്, ആ ഒരു ബന്ധത്തെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഹൈലൈറ്റ് ചെയ്യും. ഇപ്പോൾ ഈ കാറിനകത്തൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ടൗണിൽ കൂടെ ചുറ്റി നടന്നാൽ എന്തോ ഒന്ന് സംഭവിക്കുന്ന രീതി പഠിപ്പിച്ചു വരുന്നുണ്ട്. എന്നാൽ നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ട് നമ്മൾ ഈ കാറിനകത്തിരുന്ന് ടൗണിൽ കൂടെ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചു കൂടെ എന്ന് ഒരു ചോദ്യം. അതൊന്ന്. 2, ഈ വിശുദ്ധ കുർബാന കൈകൾ സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഞാൻ ഇപ്പൊ അച്ഛൻ പറഞ്ഞപ്പോഴായിരുന്നു. പക്ഷെ ഈ അടുത്ത നാളുകളിൽ ഞാൻ മനസ്സിലാക്കിയത്, സഭയിൽ കയറി കൂടിയ പുരോഹിത വേഷധാരികളായിട്ടുള്ള കത്തോലിക്ക സഭയിൽ കൂടി കയറിയ കുറെ പേരുടെ ഒരു പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ട് ഇത് കൈകളിലേക്ക് മാറ്റപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ സൈത്താൻ വേഷപ്പുകാർക്കൊക്കെ ഇത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് കൈകൾ കുടിക്കേണ്ടി വന്നതെന്നുള്ളത്. അപ്പൊ ഇത് നാവിൽ സ്വീകരിക്കുന്നത്, കാരണം ഇത് വലിയ റൊട്ടിയൊന്നും മുറിക്കുന്നതല്ല, നാവിൽ നമുക്ക് സ്വീകരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈവൻ ഇത് കൈകളിൽ കൊടുക്കുമ്പോൾ നമ്മൾ അച്ഛനെ ഞാനൊരു ഷൈക്കാൻ രൂപയാണ് വലതുകൈ ഉപയോഗിക്കുന്നത്, ഒരാൾക്കൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ വലതുകൈ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് ഈവൻ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഇടതുകൈ മുകളിൽ വെച്ച് അതിനകത്ത് സ്വീകരിച്ച് അതിനൊരു പ്രത്യേക പഠനമൊക്കെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ട് സഭയിൽ നിന്ന് നമുക്ക് മാറ്റിക്കൂടാ, നമുക്ക് നാവിൽ തന്നെ കൊടുക്കുന്ന നിർബന്ധമായി കൂടാ. കാരണം ഇത് ഇത്രയും ചെറിയൊരു, പക്ഷെ അതല്ലേ കൂടുതൽ ബഹുമാനത്തിനും ഇത്തരം മിസ്യൂസുകൾക്കും
ഇല്ലാതാകുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു രണ്ട് കാര്യങ്ങൾ. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ അന്നേരം തന്നെ പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നാവിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്ന ഒരു ശീലം, അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ നിലനിർത്തുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട അർഹമായ ആദരവ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞതുപോലത്തെയുള്ള സാഹചര്യത്തിൽ അത് കൊടുക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മാർഗമാണ്. അതുകൊണ്ട് അച്ഛന്മാർ എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ കരങ്ങളിൽ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹവും വിചാരവും ഒക്കെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു മറുചോദ്യം ചോദിച്ചാൽ നമുക്ക് അങ്ങനെയും പറയുന്നുണ്ട് എന്ന വശം കൂടെ ഞാൻ പറഞ്ഞു. പിന്നെ ഇത് സഭ ഔദ്യോഗികമായി തീരുമാനിച്ചു, സഭ പെർമിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് ചെയ്യുന്നവരെ തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും വെറുതെ പെർമിറ്റ് ചെയ്തിരിക്കുകയല്ല, അതിന് ഓപ്ഷൻ ഉണ്ട്. അത് ഒന്നാമത്തെ സാഹചര്യത്തിൽ ഇരു സാദൃശ്യങ്ങളിൽ വിശുദ്ധ കുർബാന കൊടുക്കണമെന്നുള്ളതാണ് ഓർഡിനറി ആയിട്ടുള്ള സാഹചര്യം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായി ഇരു സാദൃശ്യത്തിൽ കൊടുക്കുമ്പം കരങ്ങൾ കൊടുക്കൽ പോസിബിളും അല്ല. ഇനി എന്തിനൊണ്ടാണ് ഈ എക്സെപ്ഷൻ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എക്സെപ്ഷൻ വെച്ചിരിക്കുന്നത് പ്രായോഗികമായ കാരണത്താലാണ്. സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അച്ഛൻ വല്ലാതെ വിറയ്ക്കുന്ന ഒരച്ഛനാണെന്ന് വിചാരിച്ചു, ആ അച്ഛൻ അത് നാവിൽ കൃത്യമായി വെച്ചു കൊടുക്കൽ പോസിബിൾ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ വലിയൊരു ക്രൗഡ് ആയിരിക്കുന്നു എന്ന് ന്യായം പറഞ്ഞാലോ, അതൊക്കെ എന്തോ ന്യായമെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് കരങ്ങൾ കൊടുക്കുന്നത് നാവിൽ കൊടുക്കുന്ന ഒരേ സ്പീഡിൽ എനിക്ക് കുർബാന കൊടുക്കാൻ പറ്റും, അതുപോലെ ഒരേ സ്പീഡിൽ കൊടുക്കാൻ പറ്റും, അത് തട്ടാതെയൊക്കെ. പക്ഷെ ചിലപ്പോൾ പ്രായമാകുമ്പോൾ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരത്തില്ലായിരിക്കും കേട്ടോ, നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ആദ്യത്തെ ചോദ്യം ഈ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല എന്നത് ശരിയാണ്. അതുപോലെ വിശുദ്ധ കുർബാന ആരാധനയെക്കുറിച്ച് തിരുസഭ എന്താണ് ഒഫീഷ്യലായി പഠിപ്പിക്കുന്നതെന്ന് ഞാൻ ഉത്തരം പറഞ്ഞേക്കാൾ അത് വായിച്ചു കേൾപ്പിക്കാം. 1378 CCC 1378 അതിനകത്ത് ഇങ്ങനെയാണ്: അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സദൃശ്യങ്ങളുള്ള ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ നമുക്കുള്ള വിശ്വാസം കുർബാനയുടെ ആരാധനക്രമത്തിൽ പല രീതികളിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. നമ്മുടെ വിശ്വാസം പല വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. കർത്താവിനെ ആരാധിക്കുന്നതിന്റെ അടയാളമായി മുട്ടുകുത്തുന്നതും നന്നായി കുമ്പിടുന്നതും അവയിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ആരാധന കാണിക്കുന്നതാണ്. ഇനി അടുത്തത്, കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ കൂദാശയ്ക്ക് കുർബാനയുടെ സമയത്ത് മാത്രമല്ല കുർബാനയ്ക്ക് പുറമേയും ആരാധന അർപ്പിച്ചിരുന്നു, ഇപ്പോഴും അർപ്പിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട ഓസ്തികൾ ഏറ്റവും ശ്രദ്ധയോടെ, ഇനി എങ്ങനെയാണ് വിശുദ്ധ കുർബാനയോടുള്ള ആദരവ് കാണിക്കുന്നത്? കൂദാശ ചെയ്യപ്പെട്ട ഓസ്തികൾ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസികളുടെ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അവ പ്രദർശിപ്പിച്ചുകൊണ്ടും അവയെ സംവഹിച്ച് പ്രദക്ഷിണം നടത്തിക്കൊണ്ടും ഇത് ചെയ്യുന്നു. ഇങ്ങനെയാണ് CCC 1378. അപ്പൊ അതുകൊണ്ട് സഭ അംഗീകരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വിശുദ്ധ കുർബാനയോടുള്ള ആരാധന, അത് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ളതാണ്, അതാണ് പ്രധാനപ്പെട്ടത്, തീർച്ചയായിട്ടും അതെ. എന്നതുകൊണ്ട് വിശുദ്ധ കുർബാനയെ ആരാധിച്ചുകൂടാ എന്നില്ലല്ലോ, ആരാധിക്കുകയും ചെയ്യാം. പക്ഷെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് പകരമായിട്ടോ അതിനേക്കാൾ വലുതായിട്ടോ ആരാധനയെ കാണേണ്ടതില്ല എന്ന് പറയാം. അതുപോലെ തന്നെ എന്താ പറയാ, പ്രദക്ഷിണങ്ങൾ നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് അർഹിക്കുന്ന വിധത്തിൽ തന്നെ നടത്തണം. ഇപ്പം ദേവാലയത്തിനകത്ത് നമുക്കറിയാം, നമ്മൾ പെസഹ വ്യാഴാഴ്ച ചെയ്യാറുള്ള സാഘോഷമായ പൂക്കളൊക്കെ വിതറി പന്നീരൊക്കെ തെളിച്ച് ജനം മുഴുവനും മുട്ടുകുത്തിയെന്ന് അങ്ങനെ ചെയ്യുന്നത് ആണ് ഏറ്റവും ഉചിതം. എന്നാൽ ചില സാഹചര്യങ്ങളൊക്കെ വിശുദ്ധരുടെ ചില അനുഭവങ്ങളിലൊക്കെ അവര് തിന്മയുടെ ശക്തിക്കെതിരെ ഉള്ള പോരാട്ടത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വിശുദ്ധ കുർബാനയുമായി, ചിലപ്പോൾ വലിയ മഹാമാരികളുടെ നടുവിലേക്ക് വിശുദ്ധ കുർബാനയുമായിട്ടൊക്കെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും അത് സൗഖ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ചരിത്ര സംഭവങ്ങൾ അതിന്റെ കൂട്ടത്തിലുണ്ട് താൻ. അതുകൊണ്ട് നിലനിൽക്കുന്നവ നന്മയായിട്ടുള്ളിടത്തോളം കാലം നിലനിൽക്കട്ടെ എന്ന് പറയുന്നത് ഉചിതമായിരിക്കും ഞാൻ വിചാരിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാന് വളരെ വേദനയോടുകൂടി കുർബാന കൈക്കൊള്ളുമ്പോ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ വേദിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛാ. ഞാൻ കയ്യില് ഞങ്ങളുടെ പള്ളിയിലെ കുർബാന തരുന്നതാണ്. അപ്പൊ ഞാൻ സ്വീകരിക്കുമ്പോ എല്ലാ പ്രാവശ്യവും എനിക്ക് ഒന്നിൽ കൂടുതൽ തരികൾ എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്. ഞാൻ അത് കൈ മടക്കി പിടിച്ച് വന്ന് മുട്ടുകുത്തിയിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ തരികൾ എപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്നും ആഗ്രഹിക്കാറുണ്ടായിരുന്നു, ഓരോ കുർബാനയ്ക്കും കൊടുക്കുന്നതിന് മുമ്പ് അച്ഛന്മാര് ഒന്നുകൂടി ഓർപ്പിച്ചിരുന്നെങ്കിൽ ശ്രദ്ധിച്ച് അതെടുത്ത് ഭക്ഷിക്കണമെന്ന്. കാരണം കയ്യിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ഭക്ഷിച്ചിട്ട് കൈ അതുപോലെ താഴെ ഇട്ടുകൊണ്ട്, കൂട്ടിപ്പിടിക്കാതെ പോലും താഴെ ഇട്ടുകൊണ്ട് വരുന്ന അധികം പേരെ കാണാറുണ്ട്. അപ്പൊ ഈശോ താഴെ വീണ് ചവിട്ടപ്പെടും എന്നുള്ള ഒരു വേദന കൊണ്ട്
ആണ് ഞാനിത് പറയുന്നത്. ഞാനും ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനങ്ങളെ അത് ഓർപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് അച്ഛനോട് പറയാം കേട്ടോ. അങ്ങനെ സ്നേഹത്തോട് കൂടി പറയാം, അച്ഛാ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അച്ഛാ, ഒന്നാളുകളോട് പറയണം അച്ഛാ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ചെയ്യാവോ അച്ഛാ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ അവര് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നന്മയുണ്ടാവും. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എന്റെ ഒരു ഡൗട്ട്, ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ വിശുദ്ധ ബലിക്ക് പോയി, അപ്പൊ നമുക്ക് രണ്ടാമതൊരു 41 അടിയന്തരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചരമവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മാസം ഉണ്ടെന്ന് വെച്ചോ, ഈ മാസം പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ കുർബാന ഒരു സ്വീകരിക്കാം. രണ്ടാമത്തേനും കുർബാന സ്വീകരിക്കാവോ പോയി കഴിഞ്ഞാൽ? ഓക്കെ, താങ്ക് യു അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെ, ഞങ്ങളുടെ ദേവാലയത്തില് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായത്, എനിക്ക് 2 പ്രാവശ്യം ഉണ്ടായ അനുഭവം. ഞാൻ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് താഴെ വീണത് ഞാൻ കണ്ടില്ല, താഴെ വീണത്. അപ്പൊ അത് ആ ചേച്ചി എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചപ്പോ പറഞ്ഞു, എനിക്ക് 2 എണ്ണം കിട്ടി, അപ്പൊ അതുകൊണ്ട്. അപ്പൊ ഞാൻ അത് കുഴപ്പമില്ല, കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച ആളത് കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരെണ്ണം താഴെ കണ്ടു. ഞാനത് വേഗം എടുത്ത് കയ്യിൽ പിടിച്ചു. കാരണം അച്ഛൻ ഓൾറെഡി കുർബാനയുടെ സമാപനാശീർവാദത്തിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി സങ്കീർത്തി കൊണ്ടുവന്നു. അപ്പൊ കപ്പേരന്റെ അടുത്ത് പറഞ്ഞു, അത് ചേച്ചി കഴിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കഴിച്ചു, സ്വീകരിച്ചു. പിറ്റേ ദിവസം വീണ്ടും അതുപോലെ തന്നെ ഞാൻ കുർബാനയിൽ പങ്കുകൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുർബാന സ്വീകരണത്തിന് മുൻപായിട്ട് പെട്ടെന്ന് എന്റെ കാലിൽ എന്തോ തടയുന്നത് പോലെ തോന്നി. അപ്പൊ എന്താന്ന് നോക്കിയപ്പോ കടലാസ് വൈറ്റ് കളറ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ തിരുവോസ്തിയാണ്. അപ്പൊ ഞാൻ വേഗം മുട്ടുകുത്തിയിട്ട് അത് കയ്യിലെടുത്തു. ഇതുപോലെ തന്നെ ഞാൻ പുറകിലേക്ക് സങ്കീർത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും കപ്പേര് വന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കഴിച്ചു. എന്നിട്ട് ഞാൻ കൊച്ചച്ഛൻ്റെ അടുത്തും വികാരിച്ചിന്റെ അടുത്തും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കുർബാനയ്ക്ക്. അപ്പൊ കപ്പേരുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് സൂചിപ്പിച്ചാരെന്ന് പറഞ്ഞത്. ഞാൻ അച്ഛന്മാരെ കണ്ടപ്പോ രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണോ വേണ്ടെന്നുള്ളത് എനിക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഒന്ന് കുർബാനയുടെ സമയത്ത്, കുർബാന സ്വീകരണത്തിന് മുമ്പ് അതൊന്ന് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധപ്പെടാൻ വേണ്ടിയിട്ട് അച്ഛനൊന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഒത്തിരി ആൾക്കാരുള്ള പള്ളിയാണോ? ഒരു 1000 കുടുംബങ്ങളെ ഏകദേശം ഉള്ള പള്ളിയാണ്. പക്ഷെ രാവിലത്തെ കുർബാനയ്ക്ക് അങ്ങനെ ഇട ദിവസങ്ങളിലൊന്നും ഭയങ്കര തിരക്ക് അങ്ങനെ ഇല്ല. എന്നാ ഏകദേശം ഉണ്ടെങ്കിലും ആളുകൾക്ക് അത്യാവശ്യം നിൽക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ സൗകര്യത്തിനൊക്കെ ഉണ്ട്. അപ്പൊ പള്ളിയില് ഒരിക്കലും ഒരു അനൗൺസ്മെന്റ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാന നിലത്ത് വീണാൽ അച്ഛനെ തന്നെ അത് കൂട്ടിക്കൊണ്ടു വന്ന് അച്ഛൻ അത് എടുക്കുകയും അവിടെ സംഗീതം വെച്ച് തുടയ്ക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മളത് എടുക്കാൻ പാടില്ല. ഇനി അങ്ങനെ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് കുദാശ ചെയ്ത വിശുദ്ധ കുർബാനയാണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം അന്ന് അത്ര അശ്രദ്ധമായിട്ട് അച്ഛന്മാർ കൊടുക്കാനൊരു സാധ്യതയുമില്ല. 2-3 കയ്യിൽ കിടന്ന് പറന്നു പോകുന്നു. സ്വീകരിക്കുന്ന ആളും കൂടെ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പം ഇനി മറിയാതെ ഒരെണ്ണം കയ്യിൽ കൊടുത്താൽ പോലും അത് സ്വീകരിക്കുന്നവരും അത് അറിയാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചിലപ്പം ഈ പള്ളിയിൽ ആരെങ്കിലുമൊക്കെ പിള്ളേരും എല്ലാം വാട്ടർ ബോയ്സ്, ഞാൻ അറിയത്തില്ല, അവിടുന്ന് അത് എടുത്തോണ്ട് പോവുകയോ അത് ഉപയോഗിച്ച് കളിക്കുകയോ കഴിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. എനിവേ, ഈ കാര്യത്തിൽ വളരെ 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 ഗൗരവമായ ശ്രദ്ധ വൈദികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അത് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായി ഇടപെടാനുള്ള മുഴുവൻ അവകാശമുണ്ട്. അച്ഛൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സ്ത്രീകളും വിശുദ്ധ കുർബാന, ഞാൻ സിസ്റ്റേഴ്സിനെ അല്ല ഉദ്ദേശിച്ചത്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക കൈവപ്പ് പ്രാർത്ഥനകളിലൂടെ, ഒത്തിരി പ്രാർത്ഥനകളിലൂടെ ഒക്കെ കടന്നുപോയി ഒത്തിരി വർഷങ്ങളത്തെ പരിശീലനത്തിന് ശേഷമാണ് അച്ഛന്മാര് കുർബാന ചെല്ലുന്നതും വിശുദ്ധ കുർബാന കൊടുക്കുന്നതുമല്ല. അപ്പൊ സിസ്റ്റേഴ്സിനും അതനുസരിച്ചുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആയ സ്ത്രീകളും അൽമായരും കൊടുക്കുമ്പോൾ അവര് എന്തെല്ലാം എന്തെല്ലാം പവിത്രത, ആ വിശുദ്ധ കുർബാന കൊടുക്കുന്ന വിശുദ്ധ കുർബാനയുടെ പവിത്രത അല്ലെങ്കിൽ വിശുദ്ധി എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പൊ ഞങ്ങള് സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ഇപ്പോൾ സ്ത്രീകൾ, അൽമായരായ സ്ത്രീകൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ട്. കാരണം ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട്. അപ്പൊ അവര് ഈ അത്രമാത്രം പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത്? അപ്പൊ അതിന് എന്തെല്ലാം വിശുദ്ധി, നമ്മൾ എന്തെല്ലാം വിശുദ്ധി പാലിക്കണം എന്നൊക്കെ. ഒന്നാമത്തെ കാര്യം, ഇത് ഒരാളുടെ വിശുദ്ധിയുടെ ഭാഗമല്ല. പറഞ്ഞ അച്ഛന്മാർ കുറച്ച് കൂടുതൽ പ്രാർത്ഥനകളൊക്കെ കിട്ടി അങ്ങനെയുള്ള ആൾക്കാരല്ല. അത് പൗരോഹിത്യമാണ് അതിനകത്ത് വിഷയം.
പൗരോഹിത്യമാണ്. പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവർ മാത്രമാണ് വിശുദ്ധ കുർബാന എടുക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും. അവർക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന സ്വയമേവ എടുത്ത് സ്വീകരിക്കാൻ അവകാശമുള്ളത്. അല്ലാത്ത ഡീക്കന് പോലും കാർമ്മികനാണ് വിശുദ്ധ കുർബാന കൊടുക്കേണ്ടത്. കാർമ്മികന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടേ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ ഡീക്കന് പോലും അവകാശമുള്ളൂ. ഡീക്കന് പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന നൽകേണ്ടവർ, കമ്മ്യൂണിയൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതെപ്പോഴും വൈദികര് തന്നെയാണ്, മെത്രന്മാരാണ്, വൈദികരുമാണ്. ഇനി ചില സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് അസാധ്യമാകുന്ന, മാനുഷികമായി അസാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കരുതുക. ഇപ്പോഴൊക്കെ അതിനെ വളരെ ലൈറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് കഴിയാനായിട്ട് 2-3 പേരോടെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് വിചാരിക്കുന്നത് പോലത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. വൈദികര് ചില സാഹചര്യങ്ങളിലൊക്കെ കാണാറുള്ള ഒരു കുഴപ്പം, ചിലപ്പോൾ വൈദികര് വിശുദ്ധ കുർബാന സമയത്ത് അവിടെ ഇരിക്കുകയും മറ്റാളുകളെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇത് സഭ ഒരിക്കലും അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. ഒരച്ഛന് വിശുദ്ധ കുർബാന ഇച്ചിരി സമയമെടുത്താണെ പോലും കൊടുത്തു തീർക്കാൻ പറ്റുമെങ്കിൽ അച്ഛൻ തന്നെയാണ് അത് കൊടുക്കേണ്ടത്. വേറെ ഒരു കമ്മ്യൂണിറ്റി മിനിസ്റ്റേഴ്സും ഇല്ല. അങ്ങനെ തന്നെ ചെയ്യണം. ഇനി മാനുഷികമായി അസാധ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മറ്റൊരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് എക്സ്ട്രോർഡിനറി കമ്മ്യൂണിയൻ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. അത് അസാധാരണമാണ്. അത് ഒരു പ്രത്യേക ഗതിയില്ലായ്മയിൽ ചെയ്യുന്ന കാര്യമാണ്. അത് തന്നെയും അത്ര, എനിക്ക് പേഴ്സണലായിട്ട് അതൊരിക്കലും ഒരു ഉചിതമായ കാര്യമല്ല എന്ന് തന്നെ ഞാൻ പറയും. ഉചിതമായ കാര്യമല്ല. അതിനകത്ത് ട്രെയിനിങ് ഒന്നും അല്ല വിഷയം. ഇതൊരു പൗരോഹിത്യ ദൗത്യമാണ്. വൈദികൻ ചെയ്യേണ്ടതാണത്. താൻ ബലിയർപ്പിച്ച ആ വിശുദ്ധ കുർബാന താൻ തന്നെ ദൈവജനത്തിന് കൊടുക്കാൻ കാർമ്മികന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇനി അത് അസാധ്യമാകുന്ന സ്ഥലത്ത്, ഹ്യൂമൻലി ഇമ്പോസിബിൾ ആകുന്ന ഒരു സ്ഥലത്ത്, ഉദാഹരണത്തിന് 1500 പേര് കുർബാന സ്വീകരിക്കാണ്ട് ഒരൊറ്റ അച്ഛനെ ഇവിടെ ഉള്ളൂ എന്ന് കരുതുക. ആ സമയത്ത് ഇത് ഹ്യൂമൻലി സാധ്യമാകാം. ആ സമയത്ത് തിരുസഭയുടെ ക്രമീകരണം എങ്ങനെയാണ്? അതിനകത്ത് അച്ഛന്മാരല്ല സിസ്റ്റർമാരെന്നൊരു പരിപാടിയില്ല. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് പൗരോഹിത്യമില്ല. അവര് അൽമായ ജീവിതത്തിന്റെ അഥവാ മാമോദിസയുടെ പൂർണ്ണത ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അത് ഒരു ജീവിതാന്തസ്സാണ്. പക്ഷെ പൗരോഹിത്യത്തിന്റെയും അൽമായ ശുശ്രൂഷയുടെയും അൽമായ ജീവിതത്തിന്റെ ഇടയ്ക്കുള്ള ഒരു തട്ടല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. സന്യസ്തർ, ബഹുമാനപ്പെട്ട സന്യസ്തർ, അവര് വൈദികരുടെയും ജനത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരല്ല. എന്ന് പറഞ്ഞാൽ എക്ലേസിയാസ്റ്റിക്കലി അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരല്ല. സാധാരണ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് അച്ഛന്മാർ കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ. അങ്ങനെയല്ല. വിശുദ്ധ കുർബാനയെ കുറിച്ച് ഉള്ള നിർദ്ദേശം ഇങ്ങനെയാണ്: വൈദികരുടെ അസാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവർക്ക് സാധിക്കാതെ വരുമ്പോഴോ അടുത്ത എക്സ്റ്റേണറി മിനിസ്റ്റേഴ്സ് ഡീക്കന്മാരാണ്. ഡീക്കന്മാരുടെ അസാന്നിധ്യത്തിൽ, ഡീക്കന്മാരില്ലാതെ വരുന്ന സമയത്ത് അത് മേജർ സെമിനാരിയൻസ് ആണ് ചെയ്യേണ്ടത്. ഉൾപ്പെട്ട് കഴിഞ്ഞ മേജർ സെമിനാരിയൻസ് ആണ്. മേജർ സെമിനാരിയൻസും ഇല്ലാതെ വരുന്ന സമയത്ത് സന്യസ്തരെ അത് ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അവർക്ക് കൃത്യമായ പരിശീലനം കൊടുത്തിരിക്കണം. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അടിസ്ഥാന ദൈവശാസ്ത്രം അവരെ അറിയിച്ചിരിക്കണം. അതെങ്ങനെയാണ് ശ്രദ്ധയോടുകൂടെ പരികർമ്മം ചെയ്യേണ്ടതെന്ന് അവരെ ഒരുക്കിയിട്ടുണ്ടാകണം. അവർക്ക് കഴിയുമെങ്കിൽ അതിന് ചേർന്ന വസ്ത്രങ്ങൾ കൂടെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. ഇനി സിസ്റ്റേഴ്സും ഇല്ലാതെ വരുന്ന സമയത്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള അൽമായർ. അപ്പൊ അതുകൊണ്ട് അച്ഛന്മാരിലെ സിസ്റ്റേഴ്സ് എന്നല്ല അതിന്റെ രീതി. ഇതാണ് അതിന്റെ ക്രമം. ഈ ക്രമം ഉണ്ട് എന്ന് പറഞ്ഞ ആ ക്രമത്തെ ലാവിഷായിട്ട് വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന അനേകം ആളുകളുണ്ട്. വളരെ എളുപ്പത്തിൽ അച്ഛന് കുർബാന കഴിഞ്ഞിട്ട് 2 മിനിറ്റ് അച്ഛൻ അവിടെ ഇരിക്കുന്നു, 2 സിസ്റ്റേഴ്സിനെ അങ്ങോട്ട് കൊടുക്കുന്നു. ചിലപ്പോൾ സിസ്റ്റേഴ്സ് നേരെ കയറുന്നു, എടുത്തോണ്ട് പോകുന്നു. പ്രതീക്ഷിക്കുന്നില്ല. വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യേണ്ടത് കാർമ്മികൻ തന്നെയാണ്. അത് സിസ്റ്റേഴ്സിനുള്ള ബഹുമാനക്കുറവല്ല, സിസ്റ്റേഴ്സിന് വിലയില്ലാത്തത് കൊണ്ടല്ല, പകരം വിശുദ്ധ കുർബാനയോടുള്ള വലിയ ബഹുമാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് സിസ്റ്റേഴ്സിനെ ചെറുതായി കണക്കാക്കുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. സിസ്റ്റേഴ്സിന് വലിയ ആദരവുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാനയോടുള്ള ആദരവിന്റെ മുൻപിൽ അതിന്റെ ശരിയായ വിധത്തിലുള്ള നൽകപ്പെടണം എന്ന് നമ്മൾ ഓർക്കണം. ഇനി സിസ്റ്റേഴ്സിനെ കുറിച്ച് പോലും സഭ നിർദ്ദേശിക്കുന്നതാണ് സ്ഥലത്തെ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പം അവിടുത്തെ സുപ്പീരിയർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി സുപ്പീരിയറുടെ അഭാവത്തിൽ സുപ്പീരിയർ ഡെലിഗേറ്റ് ചെയ്യുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ. അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരിക്കെ പല സ്ഥലത്തും ചിലപ്പോൾ അച്ഛൻ കുർബാന ചൊല്ലി അച്ഛനോടെ പോയിരുന്നു, 4 സിസ്റ്റേഴ്സ് കയറി വരുന്നു, അവരെല്ലാം കൊടുത്തിട്ട് അച്ഛനവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോടെ കൂടുതൽ എടുക്കുമായിരിക്കും അച്ഛന് കൊടുത്തു തരാൻ. അപ്പൊ ആ 10 മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടി അച്ഛൻ എക്സ്ട്രോർഡിനറി മിനിസ്റ്റേഴ്സിനെ ഉപയോഗിക്കുന്നു. അതൊന്നും ഉചിതമല്ല. അങ്ങനെ സംഭവിക്കരുത്. ബഹുമാനപ്പെട്ട വൈദികരാകുന്ന ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല.
ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ വെറുതെ അത്ര ലൈറ്റ് ആയിട്ട് ഇച്ചിരി 2 മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയോ, അല്ലെങ്കിൽ എന്താ പറയാ, ആളുകൾക്ക് ഇച്ചിരി സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ടോ ഒന്നും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ തഴയരുത്. അതിന് കാലക്രമത്തിൽ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയോടുള്ള ജനത്തിന്റെ ആദരവ് തന്നെ കളയാനത് ഇടവരും. ഞാനത് കൃത്യമായിട്ട് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ രോഗികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ചില കമ്മ്യൂണിറ്റി മിനിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ച് ഞാനൊരു സ്ഥലത്ത് കയറിയപ്പോൾ കണ്ടതാണ്. എൻ്റെ ഒരു കമ്മ്യൂണിറ്റി മിനിസ്റ്ററിന്റെ കൂടെ ഞാൻ ഒരു വീട്ടിലേക്ക് പോകുമ്പം വണ്ടിയുടെ ഡാഷ്ബോർഡ് തുറന്നപ്പം ഒരു ചെപ്പിനകത്ത് കുർബാന അദ്ദേഹം സൂക്ഷിച്ചേക്കുകയാണ്. ഈ അൽമായ സഹോദരൻ സൂക്ഷിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? അച്ഛൻ ഇടയ്ക്ക് വിളിച്ചു പറയും, ഇന്ന ആൾക്ക് വയ്യ കുർബാനയ്ക്ക് കൊടുക്കണം. അപ്പൊ പള്ളി വരെ പോകണ്ടല്ലോ, എൻ്റെ കയ്യിൽ കിടക്കണ്ടല്ലോ, വണ്ടിയില്ല, കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ പലവിധത്തിലുള്ള മിസ്യൂസുകൾക്ക് ഇടവരുത്താം. അത് അനുവദിക്കരുത്. പതുക്കെ അതിന്റെ ബഹുമാനം ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞു പോകാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടവരുത്തുമെന്ന് വൈദികരായ ഞങ്ങള് ശ്രദ്ധയോടുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം അങ്ങയെക്കുറിച്ചുള്ള അവബോധം തന്നെയാണ്. കർത്താവെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തീക്ഷ്ണത അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്. അങ്ങ് ഞങ്ങൾക്കായി അർപ്പിച്ച ബലിയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്. അങ്ങ് ഞങ്ങൾക്കായി സഹിച്ച പീഡകളെക്കുറിച്ചുള്ള ഓർമ്മയുമാണ്. കർത്താവെ, സ്വർഗരാജ്യത്തിന്റെ അടയാളമാകുന്ന, സ്വർഗരാജ്യം തന്നെയാകുന്ന, സ്വർഗരാജ്യമാകുന്ന പരിശുദ്ധ സഭ തന്നെയാകുന്ന അങ്ങയുടെ ശരീരത്തെയാണല്ലോ ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുവഴി അങ്ങയുടെ ശരീരമാകുന്ന സഭയോട് ഞങ്ങൾ ഐക്യപ്പെടുന്നു, അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. കർത്താവെ, പുണ്യവാന്മാരുടെ കൂട്ടായ്മയിലേക്കും ഞങ്ങൾ അടുക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ഉച്ചസ്ഥായിയും പരമമായ യാഥാർത്ഥ്യവുമാണ് വിശുദ്ധ കുർബാനയെന്ന് കൗൺസിലുകൾ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പീക്കും സബ്മിറ്റുമായിരിക്കുന്ന വിശുദ്ധ കുർബാനയെ അത് അർഹിക്കുന്ന ആദരവോടെ പരികർമ്മം ചെയ്യാൻ വൈദികരായ ഞങ്ങളെയും അതിൽ പങ്കാളികളാകാൻ അങ്ങയുടെ ജനമാകുന്ന അങ്ങയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായ ആത്മായ സഹോദരങ്ങളെയും ഒക്കെ അവിടുന്ന് കൂടുതൽ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ അന്തസത്തയിലേക്ക് ഞങ്ങളെ കൂടുതൽ നയിക്കണമേ. ബാഹ്യരൂപങ്ങളെക്കാളും ചെറിയ അത്ഭുതങ്ങളെക്കാളും യഥാർത്ഥ വിശുദ്ധ കുർബാന അത്ഭുതത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.